ഓക്കെ, ഹലോ ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഞാൻ അവസാനം ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഡൈക്കോട്ട് സ്റ്റെം ആയിരുന്നു. അപ്പൊ ഡൈക്കോട്ട് സ്റ്റെമ്മില് ഒരുവിധം ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഡൈക്കോട്ട് സ്റ്റെം നമ്മൾ മൊത്തമായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് മോണോകോട്ട് സ്റ്റെം ആണ് പറയാനുള്ളത്. മോണോകോട്ട് സ്റ്റെം എന്താണെന്നുള്ളതാണ് ഇനി പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ മുൻപ് പറഞ്ഞ ഡൈക്കോട്ട് സ്റ്റെമ്മിന് പോലെ തന്നെയാണ്, അതിൽ ഏകദേശം ഒക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. പക്ഷെ ചില ഡിഫറൻസസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ പറഞ്ഞു കോർട്ടെക്സ് എന്ന് പറയുന്നത് 3 സബ് സോണുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 സബ് സോണുകളാണ്. ഹൈപ്പോഡെർമിസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഹൈപ്പോഡെർമിസില് ഡൈക്കോട്ട് സ്റ്റെമ്മില് കോളൻ കൈമയായിരുന്നു ഹൈപ്പോഡെർമിസ് ഡൈക്കോട്ട് സ്റ്റെമ്മില്. പക്ഷെ മോണോകോട്ടിൽ നിങ്ങൾ നോക്കിയാൽ എന്താ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, മോണോകോട്ടില് ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്ന ഭാഗം, അതായത് എപ്പിഡെർമസിന് തൊട്ട് താഴെ നമുക്ക് കാണാൻ പറ്റുന്ന ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്ന ഭാഗം, അവിടെ കോളൻ കൈമാറ്റസ് ആണെങ്കിൽ ഇവിടെ സ്ക്ലീറൻ കൈമാറ്റസ് ആണ്. അവിടെ എന്തായിരുന്നു? കോളൻ കൈമാറ്റസ് ആയിരുന്നു. ഓക്കെ, അതായത് ഡൈക്കോട്ട് സ്റ്റെമ്മില് കോളൻ കൈമാറ്റസ് ആയിരുന്ന ഭാഗം ഇവിടെ സ്ക്ലീറൻ കൈമാറ്റസ് ആണ്. ഇങ്ങനെയുള്ള സെല്ലുകളാണ് ഇവിടെ ഉള്ളത്. മൊത്തം സ്ക്ലീറൻ കൈമാറ്റസ് ആയിട്ടായിരിക്കും ഇവിടെ എപ്പിഡെർമസിന് തൊട്ട് താഴെയുള്ള ഭാഗം. എപ്പിഡെർമസിന് തൊട്ട് താഴെ എന്ന് പറയുമ്പോൾ ഈ ഭാഗം, ഈ ഞാൻ യെല്ലോ കളറിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഈ ഭാഗമാണ് ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച ഡൈക്കോട്ട് സ്റ്റെമ്മില് ഹൈപ്പോഡെർമിസ് കോളൻ കൈമാറ്റസ് ആണെങ്കിൽ മോണോകോട്ട് സ്റ്റെമ്മില് അത് സ്ക്ലീറൻ കൈമാറ്റസ് ആണ്. ഇനി ഒരുപാട് വാസ്കുലർ ബണ്ടിൽസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഡൈക്കോട്ട് സ്റ്റെമ്മില് ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൈക്കോട്ട് സ്റ്റെമ്മില് വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത് റിംഗ് അറേഞ്ച്മെന്റ് ആണ്. റിംഗ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഈ പിക്ചറിൽ മേലെ ഗ്രൗണ്ട് പ്ലാനിൽ കാണാൻ പറ്റുന്നുണ്ട്. റിംഗ് അറേഞ്ച്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. ഒരു റിംഗ് പോലെയാണ് വാസ്കുലർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു റിംഗ് അറേഞ്ച്മെന്റ് ആണ് വാസ്കുലർ ബണ്ടിൽസിന് ഉള്ളത്. എന്നാൽ നമ്മൾ മോണോകോട്ട് എടുത്ത് നോക്കുമ്പോൾ, ഗ്രൗണ്ട് പ്ലാൻ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാസ്കുലർ ബണ്ടിൽസ് ആർ സ്കാറ്റേർഡ്, അല്ലെ? ചെതറി കിടക്കുന്ന പോലെ, അവിടെ ഇവിടെ ചെതറി കിടക്കുന്ന പോലെയാണ് വാസ്കുലർ ബണ്ടിൽസ് ഉള്ളത്. ഒരുപാടെണ്ണം കാണാനും പറ്റുന്നുണ്ട്. ഈ ഓരോ വാസ്കുലർ ബണ്ടിൽസും നമ്മൾ താഴത്തെ ട്രാൻസ്ഫർ സെക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വാസ്കുലർ ബണ്ടിൽസ് എങ്ങനെയാ കാണാൻ പറ്റുന്നത്? ഒരു മുഖം പോലെ കാണുന്നുണ്ട്, അല്ലെ? അതിന്റെ വലിയ കണ്ണുകൾ പോലെയുള്ളത് മെറ്റാസൈലം ആണ്. താഴെ ഒരു മൂക്ക് പോലെ കാണുന്നില്ലേ? ആ ചെറിയ ചെറിയ സൈലം എന്ന് പറയുന്നത് പ്രോട്ടോസൈലം ആണ്. അതിന് ചുറ്റും ആ മുഖം പോലെ കാണുന്ന, അല്ലെങ്കിൽ ആ ചുറ്റുമുള്ള ആ സെല്ലുകൾ എന്ന് പറയുന്നത് സ്ക്ലീറൻ കൈമ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആ സെല്ലുകളെ, സ്ക്ലീറൻ കൈമ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ സെല്ലുകളെ നമ്മൾ പറയുന്നത് സ്ക്ലീറൻ കൈമാറ്റസ്. ഒരു ബണ്ടിൽ ഷീത്ത് ആണ് ഇതിനെ കവർ ചെയ്യുന്നത്. വരച്ച് കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെതാ ഈ ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷൻ, അതായത് ഈ മെറ്റാസൈലം, പ്രോട്ടോസൈലം എന്നൊക്കെ പറയുന്നതിന്റെ ചുറ്റുമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, അതിനെ കവർ ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് സ്ക്ലീറൻ കൈമ കൊണ്ടുണ്ടാക്കിയ ബണ്ടിൽ ഷീത്ത് ആണ്. ഓക്കെ, ബണ്ടിൽ ഷീത്ത് ആണ്, സ്ക്ലീറൻ കൈമ കൊണ്ടുണ്ടാക്കിയ ബണ്ടിൽ ഷീത്ത് ആണ് നമുക്ക് കാണാൻ പറ്റാം. ഇനി പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഗ്രൗണ്ട് ടിഷ്യൂ കാണാം, അല്ലെ? ഇതൊക്കെയാണ് ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയുന്നത്. ഈ ഗ്രൗണ്ട് ടിഷ്യൂ എല്ലാം എന്താണ്? പാരൻ കൈമ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാരൻ കൈമ കൊണ്ട് ഉണ്ടാക്കിയ ഗ്രൗണ്ട് ടിഷ്യൂ ആണ് അവിടെയുള്ളത്. അപ്പൊ മോണോകോട്ട് സ്റ്റെമ്മില് ഹൈപ്പോഡെർമിസ് സ്ക്ലീറൻ കൈമാറ്റസ് ആണ്. ഡൈക്കോട്ട് സ്റ്റെമ്മിലാണെങ്കിലോ കോളൻ കൈമാറ്റസ് ആണ്. ഒരുപാട് സ്കാറ്റേർഡ് ആയിട്ട് ചിതറിക്കിടക്കുന്ന പോലെ വാസ്കുലർ ബണ്ടിൽസ് നമുക്ക് മോണോകോട്ട് സ്റ്റെമ്മിൽ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ഡൈക്കോട്ട് സ്റ്റെമ്മില് ഒരുപാട്
വാസ്കുലർ ബണ്ടിൽസ് ഇങ്ങനെ ഇത് വാസ്കുലർ ബണ്ടിൽസിന്റെ എണ്ണം കുറവാണ്, അതേപോലെ അത് റിംഗ് അറേഞ്ച്മെന്റിലാണ്, ഒരു റിംഗ് പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി മോണോകോട്ട് സ്റ്റെം എടുക്കുകയാണെങ്കിലോ അതില് ഈ സൈലം അതായത് സൈലം ഫ്ലോയും എല്ലാം ഈ വാസ്കുലർ ബണ്ടിൽസ് എല്ലാം കവർ ചെയ്തിട്ട് ഒരു സ്ക്ലിയറൻ കൈമാറ്റസ് ബണ്ടിൽ ഷീത്ത് ഉണ്ട്. അതാണ് ഇതിലെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത് കൺജോയിന്റ് ആണ്. വാസ്കുലർ ബണ്ടിൽസ് ആർ കൺജോയിന്റ്. അത് സൈലവും ഫ്ലോയും എന്താണ് ഒരേ റേഡിയസിലാണുള്ളത്. ഇതൊക്കെ നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയതാണ് അല്ലെ, എന്താണ് കൺജോയിന്റ് എന്നുള്ളത്. ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് ആണ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ കാമ്പിയം ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. മോണോകോട്സിൽ കാമ്പിയം ഉണ്ടാവില്ല എന്ന് നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പൊ കാമ്പിയം ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. വാസ്കുലർ ബണ്ടിൽസ് ആർ കൺജോയിന്റ് ആൻഡ് ക്ലോസ്ഡ്. ഇനി അതിൽ പറയാനുള്ളത്, ഇതിൽ നമ്മൾക്ക് ചിത്രത്തിൽ നോക്കുമ്പോൾ ഈ മുഖം പോലെ കാണുന്ന അല്ലെ, വെളിയിലുള്ള വാസ്കുലർ ബണ്ടിൽസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ചെറുതാണ്, പക്ഷെ ഉള്ളിലുള്ളത് കണ്ടോ വലുതാണ്. വെളിയിലുള്ള വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത് ചെറുതാണ്, ഈ രണ്ടെണ്ണം എന്താണ് ചെറുതാണ്, പക്ഷെ ഇത് കണ്ടോ ഇത് വലിയൊരു വാസ്കുലർ ബണ്ടിൽസ് ആണ്. അപ്പൊ ഉള്ളിലത്തെ വാസ്കുലർ ബണ്ടിൽസുകൾ വെളിയിലെ വാസ്കുലർ ബണ്ടിൽസുകളെ വെച്ച് നോക്കുമ്പോൾ, അതായത് പെരിഫറൽ വാസ്കുലർ ബണ്ടിൽസ്, പെരിഫറൽ എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് അല്ലെ, വെളിയിലുള്ള വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് സെൻട്രലിലുള്ള വാസ്കുലർ ബണ്ടിൽസിനെ വെച്ച് നോക്കുമ്പോൾ. അതേപോലെ മോണോകോട്ട് സ്റ്റെമ്മില് ഫ്ലോയം പാരൻകൈമ ഇല്ല. നമുക്കറിയാം ഫ്ലോയം എന്ന് പറയുന്നതിന്റെ അതിന് കുറച്ച് എലമെന്റ്സ് ഉണ്ട്. 4 എലമെന്റ്സ് കൊണ്ടാണ് ഫ്ലോയം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്? ഫ്ലോയം ഒന്നാമത്തെ ഒരു കാര്യം അല്ലെങ്കിൽ അതിലുള്ള ഒരു സംഭവമാണ് ഫ്ലോയം പാരൻകൈമ അല്ലെ. അതിൽ വൺ ഓഫ് ദ എലമെന്റ് ആണ് എന്ത്? ഫ്ലോയം പാരൻകൈമ. ആ ഫ്ലോയം പാരൻകൈമ മോണോകോട്ട് സ്റ്റെമ്മില് ആബ്സെന്റ് ആണ്. അതേപോലെ വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റി, വാസ്കുലർ ബണ്ടിൽസിന് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഞാൻ ഈ മുഖം പോലെ എന്ന് പറഞ്ഞല്ലോ, അതിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ക്യാവിറ്റി ഉണ്ട് അല്ലെ, ഇവിടെ ഒരു ക്യാവിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് പ്രോട്ടോസൈലം ലാക്യുനെ എന്ന്. പ്രോട്ടോസൈലം ലാക്യുനെ എന്ന് പറയുന്ന ഒരു ക്യാവിറ്റി ആണത്. അത് വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റി ആണ്, വെള്ളമാണ് അതിലുള്ളത്. അത് ഈ മോണോകോട്ട് സ്റ്റെമ്മിന്റെ ഒരു പ്രത്യേകതയാണ് പ്രോട്ടോസൈലം ലാക്യുനെ. ആ പ്രോട്ടോസൈലം ലാക്യുനെ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് ഇത് രണ്ടെണ്ണം, ഇപ്പൊ ഇതില് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ 2 കണ്ണുകൾ പോലെ അല്ലെ, അത് രണ്ടും മെറ്റാസൈലം ആണ്. ഇതിന്റെ താഴെയായി പ്രോട്ടോസൈലങ്ങൾ ഇങ്ങനെ ഉണ്ട്. അതിൽ ഒരു പ്രോട്ടോസൈലം, ഈ ലാസ്റ്റത്തെ പ്രോട്ടോസൈലം ഡിസിൻറ്റിഗ്രേറ്റ് ആവും, നശിച്ചുപോയി. അത് വലിയൊരു അവിടെ ഒരു ക്യാവിറ്റി ഫോം ചെയ്യും. ആ ക്യാവിറ്റിനെയാണ് നമ്മൾ പ്രോട്ടോസൈലം ലാക്യുനെ എന്ന് പറയുന്നത്. അതില് വെള്ളമായിരിക്കും ഉണ്ടാവുക. വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റി ആണ് മോണോകോട്ട് സ്റ്റെമ്മില്. വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റി ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം പ്രോട്ടോസൈലം ലാക്യുനെ ആണ് അത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അതായത് മോണോകോട്ട് സ്റ്റെമ്മിന് ഇത്ര മാത്രം പഠിക്കാനുള്ളൂ. മോണോകോട്ട് സ്റ്റെം എന്ന് പറയുന്നത് അതിന്റെ ഹൈപ്പോഡെർമസിന്റെ പ്രത്യേകത, വാസ്കുലർ ബണ്ടിൽസിന് എന്താണ് പ്രത്യേകത എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റി ഉണ്ട്, അതിന്റെ പേര് പ്രോട്ടോസൈലം ലാക്യുനെ ആണ് എന്നുള്ളത്. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. എപ്പിഡെർമസ് ഉള്ളതും എപ്പിഡെർമസ് എല്ലാത്തിലും ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ്. പിന്നെ വലിയ വ്യത്യാസങ്ങളൊന്നും ഈ ഡൈക്കോട്ട് മോണോകോട്ടിൽ വേറൊന്നുമില്ല. ഈ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസസ് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഹൈപ്പോഡെർമസിന്റെ കാര്യങ്ങളും വാസ്കുലർ ബണ്ടിൽസിന്റെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ ഡൈക്കോട്ട് ലീഫിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഡൈക്കോട്ട് ലീഫ്, നമുക്ക് ഇതിന്റെയൊക്കെ ഡിഫറൻസസ് ഒക്കെ പഠിക്കാം. അതിന്റെ ഞാനൊരു സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഡിഫറൻസസും കാര്യങ്ങളൊക്കെ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ ഡിഫറൻസസും എല്ലാം നോക്കാം.
ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി നോട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നോട്ട്സിലെല്ലാം വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ്, ആ ഡിഫറൻസസ് ഒക്കെ നമുക്ക് സ്വയം എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പറയാനുള്ളത് ഡോർസി വെൻട്രൽ ലീഫ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഡൈക്കോട്ട് ലീഫ് എന്ന് പറയുന്നത്. ഡോർസി വെൻട്രൽ എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് ഡൈക്കോട്ട് എന്ന് പറയാം. നമ്മള് ഒരു വെർട്ടിക്കൽ സെക്ഷൻ ആണ് ലീഫിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് 3 ഭാഗങ്ങൾ പ്രധാനമായും കാണാം. നമ്മൾ പഠിച്ചു വന്നത് എങ്ങനെയാണ്, എന്തൊക്കെ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടാണ് പഠിച്ചത്? ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഉണ്ട്, വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നതുണ്ട് അല്ലെ. ഗ്രൗണ്ട് ടിഷ്യൂ ഉണ്ട്, അതുപോലെ വാസ്കുലർ ടിഷ്യൂ ഉണ്ട്, എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ഉണ്ട്. അപ്പൊ എപ്പിഡെർമിസ് എന്ന് പറയുന്ന ഒരു ഭാഗം എന്തായാലും എല്ലാത്തിലും ഉണ്ട്. അപ്പൊ ലീഫിലും ഉണ്ടാവണല്ലോ, എപ്പിഡെർമിസ് ഉണ്ട്. പിന്നീടുള്ളത് മീസോഫിൽ ആണ്. പിന്നീടുള്ളത് മീസോഫിൽ എന്ന് പറയുന്ന ഭാഗമാണ്. അതായത് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഗ്രൗണ്ട് ടിഷ്യൂ എന്നാണ്. ആ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, മീസോഫിൽ എന്ന് പറയുന്ന, അതിന് പകരം നമ്മൾ പറയുന്ന വാക്കാണ് മീസോഫിൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, വാസ്കുലർ ബണ്ടിലുകളാണ് അല്ലെ. അപ്പൊ വാസ്കുലർ ബണ്ടിലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിന് വാസ്കുലർ സിസ്റ്റം എന്ന് നമുക്ക് പറയാലോ. അങ്ങനെ 3 ഭാഗങ്ങളാണ് ഡൈക്കോട്ട് ലീഫിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക: എപ്പിഡെർമിസ്, മീസോഫിൽ ആൻഡ് വാസ്കുലർ സിസ്റ്റം. എപ്പിഡെർമിസ് എന്ന് പറയുന്നത് മേലെയും താഴെയും ഒരു കവറിംഗ് ഉണ്ട്. മേലെയും എപ്പിഡെർമിസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്, താഴെയും എപ്പിഡെർമിസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഈ എപ്പിഡെർമിസിന് പേരുണ്ട്. മുകളിലുള്ള എപ്പിഡെർമിസിന് ഒരു പേരുണ്ട്, താഴെ ഒരു എപ്പിഡെർമിസിനും പേരുണ്ട്. മുകളിലുള്ള എപ്പിഡെർമിസിന്റെ പേരാണ് അഡാക്സിയൽ എപ്പിഡെർമിസ് എന്നാണ് നമ്മൾ പറയാം, അഡാക്സിയൽ എപ്പിഡെർമിസ്. താഴെയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേര് അബാക്സിയൽ എപ്പിഡെർമിസ് എന്നാണ്. എന്താണ് അബാക്സിയൽ എപ്പിഡെർമിസ്? നിങ്ങൾക്ക് പിക്ചറിൽ കാണാലോ, മേലെയുള്ളത് അഡാക്സിയൽ എപ്പിഡെർമിസ്, താഴെയുള്ളത് അബാക്സിയൽ എപ്പിഡെർമിസ് എന്നുള്ളതാണ് താഴെയുള്ളത്. അതേപോലെ ലീവ്സിന് എന്തുണ്ട്, ക്യൂട്ടിക്കിൾ ഉണ്ട്. സ്റ്റെമ്മിന് ക്യൂട്ടിക്കിൾ ഉണ്ട്, ലീഫിന് ക്യൂട്ടിക്കിൾ ഉണ്ട്. റൂട്ടിന് എന്തില്ല, ക്യൂട്ടിക്കിൾ ഇല്ല. അപ്പൊ നമുക്ക് ഇത് അതായത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല അല്ലെ, നിങ്ങൾക്ക് അറിയാം ക്യൂട്ടിക്കിൾ അവിടെ പ്രസന്റ് ആണ് എന്നുള്ളത്. ഇനി അബാക്സിയൽ എപ്പിഡെർമിസില് അഡാക്സിയൽ എപ്പിഡെർമിസിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ സ്റ്റൊമാറ്റ ഉള്ളത് എവിടെയായിരിക്കും, അബാക്സിയൽ എപ്പിഡെർമിസിലായിരിക്കും. എന്തിനായിരിക്കും അത്? കാരണം ഡോസി വെൻട്രൽ ലീഫ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അതൊരു ഹൊറിസോണ്ടലി നിൽക്കുന്നതാണ് അല്ലെ. ആ ലീഫുകൾ എപ്പോഴും ഒരു ഹൊറിസോണ്ടൽ പൊസിഷനിലാണ് നിൽക്കുക. അതുകൊണ്ടാണ് അതിന് ഡോർസി വെൻട്രൽ എന്ന് പറഞ്ഞൊരു, അതായത് ഡോർസൽ ഭാഗവുമുണ്ട്, വെൻട്രൽ ഭാഗവുമുണ്ട്, മേലെയുമുണ്ട്, മേൽഭാഗവും താഴ്ഭാഗവും ഉണ്ട്. അപ്പോ മേൽഭാഗത്താണ് ഏറ്റവും കൂടുതൽ സണ്ണ് എക്സ്പോഷർ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരുപാട് സൂര്യപ്രകാശം കിട്ടുന്നത് മേൽഭാഗത്താണ്. അപ്പൊ മേൽഭാഗം എന്ന് പറയുന്ന അഡാക്സിയൽ എപ്പിഡെർമിസിന്റെ ഭാഗത്ത് സ്റ്റൊമാറ്റ കൂടുതൽ വന്നാൽ വെള്ളം എന്ത് ചെയ്യും, ഒരുപാട് ഇവോപ്പറേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ട്രാൻസ്പിരേഷൻ വഴി, ഇവോപ്പറേഷനിലൂടെ വെള്ളം ഒരുപാട് നഷ്ടമാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അഡാക്സിയൽ എന്ന് പറയുന്ന എപ്പിഡെർമിസിന്റെ ഭാഗത്ത് സ്റ്റൊമാറ്റ വളരെ കുറവാണ്. ഇതാണ് അതിന്റെ കാരണം. അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. നിങ്ങൾ ആലോചിക്കും എന്തുകൊണ്ടാണ് 2 ഭാഗത്തും സ്റ്റൊമാറ്റ ഇല്ലാത്തത് അല്ലെ. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കേണ്ടതാണ്. അബാക്സിയൽ എപ്പിഡെർമിസ് എന്ന് പറയുന്നത് താഴ്ഭാഗമാണ്. അവിടെ കൂടുതലും സൺ എക്സ്പോഷർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് ഈ ലീഫ് നിൽക്കുകയാണെങ്കിൽ, ഇപ്പൊ ഈ ലീഫ് ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നിൽക്കുന്ന ഒരു ലീഫ്, ഇപ്പൊ ഇവിടെ സൺ ആണെങ്കിൽ ഈ സണ്ണിൽ നിന്നുള്ള ലൈറ്റ് വരുന്ന ഹൊറിസോണ്ടലിൽ നിൽക്കുന്ന ഇങ്ങോട്ടാണല്ലേ വരിക. ആ വരുന്ന ലീഫിന്റെ ഭാഗം എന്ന് പറയുന്നത് ഡോർസൽ ഭാഗമാണ്. ആ ഡോർസൽ ഭാഗം എന്ന് പറയുന്നത് അഡാക്സിയൽ എപ്പിഡെർമിസ് ഉള്ള ഭാഗമാണ്. താഴ്ഭാഗം എന്ന് പറയുന്നത് എന്താണ്, താഴ്ഭാഗം എന്ന് പറയുന്നത് അബാക്സിയൽ എപ്പിഡെർമിസിന്റെ ഭാഗമാണ്. മേലെ അഡാക്സിയൽ ആണ്, അവിടെ സ്റ്റൊമാറ്റ കുറവാണ്, അതുകൊണ്ട് കൂടുതൽ വെള്ളം അതിലൂടെ ഇവോപ്പറേറ്റ് ചെയ്ത് പോവില്ല. പക്ഷെ അബാക്സിയൽ എന്ന് പറയുന്ന താഴ്ഭാഗത്ത് സ്റ്റൊമാറ്റ കൂടുതലാണ്, പക്ഷെ സൺ എക്സ്പോഷർ നേരെ എന്ത് ചെയ്യുന്നില്ല, സണ്ണിന്റെ
എക്സ്പോഷർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ സൂര്യപ്രകാശം നേരിട്ട് തട്ടാത്തത് കൊണ്ട് അവിടെ കൂടുതൽ സ്റ്റൊമാറ്റ ഉണ്ട് എന്നുള്ളതാണ് ഉള്ളത്. ഇനി ദ ടിഷ്യൂ ബിറ്റ്വീൻ, അല്ലെങ്കിൽ നമുക്ക് ദ ടിഷ്യൂ ബിറ്റ്വീൻ ദ അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമിസ് എന്ന് പറയുന്നതാണ് മീസോഫിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് നമുക്ക് പറയാം. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗമാണ് എന്ത്, മീസോഫിൽ എന്ന് പറയുന്നത്. ഇതെല്ലാം എന്താണ്, ഇതാണ് മീസോഫിൽ. ദ ടിഷ്യൂ ബിറ്റ്വീൻ അഡാക്സിയൽ ആൻഡ് അബാക്സിയൽ എപ്പിഡെർമിസ് എന്ന് നമുക്ക് പറയാം. അതിന്റെ ഇടയിലുള്ള ടിഷ്യൂസിനെയാണ് നമ്മൾ മീസോഫിൽ എന്ന് പറയുന്നത്. മീസോഫില്ലില് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. മീസോഫില്ലില് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ എന്തായിരിക്കും ഫങ്ഷൻ? ഫോട്ടോസിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും അതിന്റെ എന്താണ്, അതിന്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ മീസോഫിൽ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് പാരൻ കൈമ കൊണ്ടാണ്. ഓക്കെ, പാരൻ കൈമ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പാരൻ കൈമ കൊണ്ടായതുകൊണ്ട് തന്നെ ഇത് 2 ടൈപ്പായിട്ട് ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും, പാലിസൈഡ് മീസോഫിൽ എന്നുള്ളതാണ് ഒന്നാമത്തെ ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് സ്പോഞ്ചി പാരൻ കൈമ എന്നുള്ളതാണ്. സ്പോഞ്ചി പാരൻ കൈമ നമുക്ക് കാണാൻ പറ്റും അഡാക്സിയൽ എപ്പിഡെർമിസിന്റെ തൊട്ട് താഴെയായിട്ടാണ് പാലിസൈഡ് മീസോഫിൽ എന്ന് പറയുന്ന സെല്ലുകൾ അത് എന്താണ്, അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കൂ. വെർട്ടിക്കൽ ആയിട്ടല്ലേ, വെർട്ടിക്കൽ ആയിട്ട് ഒന്നിനോട് ഒന്നായി അടുത്തടുത്തായിട്ടാണ്, പാക്ഡ് ആയിട്ടാണ് അല്ലെ, ഒരുപാട് സ്പേസ് ഒന്നും ഇല്ലാതെ വളരെ തിക്ലി പാക്ഡ് ആയിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി റൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവൽ ആയിട്ടുള്ള ലൂസ് ആയിട്ടാണ് സ്പോഞ്ചി പാരൻ കൈമ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പാലിസൈഡ് പാരൻ കൈമയുടെ തൊട്ട് താഴെയായിട്ടാണ് സ്പോഞ്ചി പാരൻ കൈമ ഉള്ളത്. അത് എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു? അത് അബാക്സിയൽ എപ്പിഡെർമിസിന്റെ, അതായത് താഴത്തെ എപ്പിഡെർമിസ് വരെ അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അത് റൗണ്ടഡ് ആണ് അല്ലെങ്കിൽ ഓവൽ ആണ്. അതായത് നമ്മൾ അഡാക്സിയൽ എപ്പിഡെർമിസിന് തൊട്ട് ചേർന്ന് കിടക്കുന്ന പാലിസൈഡ് പാരൻ കൈമ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിട്ടുള്ള പാരലൽ ആയിട്ടുള്ള സെല്ലാണെങ്കിൽ, പാലിസൈഡ് മീസോഫിലിന് കുറച്ച് താഴെയായി കാണപ്പെടുന്ന സ്പോഞ്ചി പാരൻ കൈമ എന്ന് പറയുന്ന റൗണ്ടോ ഓവലോ ആണ്. അതിൽ എന്തുണ്ട്? കുറെ ഗ്യാപ്പ് ഉണ്ട് അല്ലെ, അത് ലൂസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ കുറെ എന്തുണ്ട്? ഈ സ്പേസ് എന്ന് പറയുന്നത് എയർ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്, കുറെ എയർ ക്യാവിറ്റികൾ ഉണ്ട് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റും. ഇപ്പൊ എയർ ക്യാവിറ്റീസ് ആണ് ഈ സ്പോഞ്ചി മീസോഫിലിൽ നമുക്ക് കാണാൻ പറ്റുക. എയർ ക്യാവിറ്റീസ് ആണ് അതിലുള്ളത്. അതായത് പാലിസൈഡ് മീസോഫിൽ എന്ന് പറയുന്നത് വളരെ അടുപ്പിച്ചടുപ്പിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിൽ സ്പേസ് വലുതായിട്ടില്ല, വെർട്ടിക്കൽ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, പാരലൽ ടു ഈച്ച് അതർ ആണ്. അങ്ങനെയാണ് പാലിസൈഡ് മീസോഫിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ സ്പോഞ്ചി മീസോഫിൽ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ദർ ഇസ് എ ഗ്യാപ്പ് അല്ലെ in between the cell. There is a gap in between the cell and the gap is filled with air ആണ്. അതുകൊണ്ട് എയർ ക്യാവിറ്റീസ് ആണ് ആ ഗ്യാപ്സിൽ ഉള്ളത്. അതുകൊണ്ട് എയർ ക്യാവിറ്റി ആണ് എന്ന് നമുക്ക് അതിനെ പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്കറിയാം ഒരു ലീഫിന്റെ, എപ്പോഴും നമ്മൾ ലീഫിൽ പറയുമ്പോൾ നമുക്കറിയാം ലീഫിൽ ഈ വാസ്കുലർ ബണ്ടിൽസ് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് പറയാൻ സാധിക്കും? അതിന്റെ വെയിൻസിലാണ് എന്നല്ലേ. അതിനിപ്പോ ഒരു ഡൈക്കോട്ട് ഡൈക്കോട്ട് ലീഫ് ആയതുകൊണ്ട് നമുക്കറിയാം അതിന്റെ വീനേഷൻ എന്താണെന്ന്. നിങ്ങൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും. റെട്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയുന്ന ഒരു ടേം. ഡൈക്കോട്ട് ലീവ്സിൽ കാണപ്പെടുന്ന വീനേഷൻ എന്താണ്, അതിന്റെ വെയിൻസിന്റെ അറേഞ്ച്മെന്റ് എന്താണെന്ന് ചോദിച്ചു. റെട്ടിക്കുലേറ്റ് വീനേഷൻ ആണ്. അതായത് മെയിൻ ആയിട്ടൊരു റിബ് ഉണ്ട്, അല്ലെങ്കിൽ മെയിൻ നമ്മൾ മിഡ് റിബ് എന്ന് പറയും. അതിനുശേഷം ചെറിയ ചെറിയ വെയിനുകളാണ് അല്ലെ, ചെറിയകളാണ് അതിലുള്ളത്. അപ്പൊ മെയിൻ റിബ് എന്ന് പറയുന്ന മിഡ് റിബില് നമ്മൾ നോക്കുന്ന സമയത്ത് വാസ്കുലർ ബണ്ടിൽസിന്റെ സൈസ് എന്തായിരിക്കും? വളരെ വലുതായിരിക്കും. പക്ഷെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വെയിൻസിലാണ് നമ്മൾ നോക്കുന്നത്. കുഞ്ഞു കുഞ്ഞു വെയിൻസില്, ഈ ചെറിയ ചെറിയ വെയിനുകളില് നമ്മൾ വാസ്കുലർ ബണ്ടിൽസിന്റെ സൈസ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ
നമുക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ വാസ്കുലർ ബണ്ടിലുകളായിരിക്കും. അപ്പൊ വാസ്കുലർ ബണ്ടിൽസിന്റെ സൈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് ദ വെയിൻസ് എന്ന് നമുക്ക് പറയാം. അത് എന്തിൽ മാത്രമാണ്? ഡൈക്കോട്ട് ലീഫിൽ പറയുമ്പോഴാണ് നമുക്കത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വാസ്കുലർ ബണ്ടിൽസിന്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെയിനിന്റെ സൈസ് വെച്ചിട്ടാണ്. റെട്ടിക്കുലേറ്റ് വീനേഷനില് വെയിൻസിന്റെ തിക്നെസ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മിഡ്രിബിലാണ്. അതുകൊണ്ട് തന്നെ മിഡ്രിബില് വാസ്കുലർ ബണ്ടിൽസ് വലുതായിരിക്കും. വേറുള്ള വെയിൻസിൽ നോക്കുകയാണെങ്കിൽ വാസ്കുലർ ബണ്ടിലുകൾ ചെറുതായിരിക്കും. അതാണ് ഇതിൽ പറയാനുള്ള കാര്യം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോ ജസ്റ്റ് മനസ്സിലാക്കുക, ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം. ഈ ചിത്രം ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഇതിൽ വേറൊരു കാര്യം കൂടിയാണ്, നമ്മൾ ഇതിൽ പറയാത്തൊരു കാര്യം എന്ന് പറയുന്നത് വാസ്കുലർ ബണ്ടിൽസ് ബണ്ടിൽ ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ബണ്ടിൽ ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ചിത്രത്തിൽ തന്നെ എല്ലാം മനസ്സിലാവും. അഡാക്സിൽ എപ്പിഡെർമിസ് ഉണ്ട്, അബാക്സിൽ എപ്പിഡെർമിസ് ഉണ്ട്. അബാക്സിൽ എപ്പിഡെർമിസിൽ കൂടുതൽ സ്റ്റൊമാറ്റ ഉണ്ട്. അതുപോലെ പാലിസൈഡ് മീസോഫിൽ എന്നും സ്പോഞ്ചി മീസോഫിൽ എന്നും മീസോഫിൽ എന്ന് പറയുന്നതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാലിസൈഡ് is vertically placed and parallel to each other, and spongy mesophil which is loosely arranged and it consists of air cavities. The vascular bundles, the size of the vascular bundles depends upon the size of the vein and it is covered with a bundle sheath. ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരൊറ്റ പിക്ചർ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിലുള്ള മൊത്തം കാര്യങ്ങൾ പറയാൻ പറ്റും. കുറച്ചും കൂടി എളുപ്പമുള്ളത് ലീഫാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്റ്റെമ്മും റൂട്ടും കുറെ കൺഫ്യൂഷൻസ് ആണ്. എപ്പോഴും നമ്മൾ കുറച്ച് വൃത്തിയെ പഠിച്ചില്ലെങ്കിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരും. സ്റ്റെമ്മിൽ ഇതാണോ റൂട്ടിൽ, അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ വരും. പക്ഷെ ലീഫിൽ അങ്ങനെയല്ല. ലീഫ് കുറച്ചും കൂടി എളുപ്പമാണ് പഠിക്കാൻ. പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് മോണോകോട്ട് ലീഫാണ് പഠിക്കാനുള്ളത്. മോണോകോട്ട് ലീഫ്, ഇതിലും അനാട്ടമി എന്ന് പറയുന്നത് ഡോസി വെൻട്രലിനെ പോലെ തന്നെ സെയിം ആണ്. കുറെയൊക്കെ ഡിഫറൻസ് വലുതായിട്ടില്ലെങ്കിലും കുറെയൊക്കെ ഡിഫറൻസ് ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. എന്നാലും കുറെയൊക്കെ സിമിലർ ടു ഡോസി വെൻട്രൽ ലീഫ് അല്ലെങ്കിൽ ഡൈക്കോട്ട് ലീഫ് നമുക്ക് പറയാം. ഇതിൽ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഡോസി വെൻട്രൽ ലീഫ് അല്ലെങ്കിൽ ഡൈക്കോട്ട് ലീഫിൽ പറഞ്ഞപ്പോ രണ്ട് സൈഡിൽ അല്ലെങ്കിൽ രണ്ട് എപ്പിഡെർമസിൽ വ്യത്യാസം ഉണ്ടായിരുന്നില്ലേ സ്റ്റൊമാറ്റിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ? മേലത്തെ അഡാക്സിയൽ എപ്പിഡെർമസിൽ സ്റ്റൊമാറ്റി അത്രയില്ല, അബാക്സിയൽ ആയിരുന്നു കൂടുതൽ. പക്ഷെ മോണോകോട്ട് ലീഫില് രണ്ട് സൈഡിലും, രണ്ട് എപ്പിഡെർമസിന്റെ സൈഡിലും, അഡാക്സിയൽ ആണെങ്കിലും അബാക്സിയൽ ആണെങ്കിലും രണ്ട് സൈഡിലും എന്തുണ്ട്, സ്റ്റൊമാറ്റ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം കാരണം? കാരണം നമ്മൾ ഈ മോണോകോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുൽവർഗ്ഗങ്ങളൊക്കെയാണ് വരിക. ഈ പുൽവർഗ്ഗങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പുൽവർഗ്ഗങ്ങൾ എപ്പോഴും നിൽക്കുന്നത് പാരലൽ ആയിട്ടാണ്, അല്ലെ? പാരലൽ ആയിട്ടാണ് നിൽക്കുക. അല്ലെങ്കിൽ നമുക്കത് വെർട്ടിക്കലായി നിൽക്കുന്നു എന്ന് പറയാം. അപ്പൊ ഈ വെർട്ടിക്കലായി നിൽക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തും ഒരേപോലെ സൺ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. രണ്ട് ഭാഗത്തും ഒരേപോലെയാണ് കിട്ടുന്നത്. അപ്പൊ അതിലിപ്പോ ഡിഫറൻസസ് സ്റ്റൊമാറ്റിൻ ഡിസ്ട്രിബ്യൂഷനിൽ ഡിഫറൻസസ് വരുത്തിയിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ ഡോർസി വെൻട്രൽ പറഞ്ഞു ഡോർസൽ സൈഡ് ഉണ്ട്, വെൻട്രൽ സൈഡ് ഉണ്ട്. ഏറ്റവും കൂടുതൽ സൺ എക്സ്പോഷർ കൂടുതൽ കിട്ടുന്നത് ഡോർസൽ സൈഡ് ആയതുകൊണ്ട് വെൻട്രൽ സൈഡിൽ കൂടുതലും സ്റ്റൊമാറ്റ വന്നു. പക്ഷെ ഇവിടെ അതിന്റെ ഒരു ആവശ്യമില്ല. അതുകൊണ്ട് രണ്ട് ഭാഗത്തും ഒരേ ഈക്വൽ ആയിട്ടാണ് സൺ എക്സ്പോഷർ കിട്ടുന്നതുള്ളത് കൊണ്ട് സ്റ്റൊമാറ്റ രണ്ട് സർഫസിലും അല്ലെങ്കിൽ രണ്ട് എപ്പിഡെർമസിന്റെ ഭാഗത്തും അഡാക്സിയൽ ആണെങ്കിലും അബാക്സിയൽ ആണെങ്കിലും, അതായത് ലോവർ എപ്പിഡെർമസ് ആണെങ്കിലും അപ്പർ എപ്പിഡെർമസിലാണെങ്കിലും ഒരേപോലെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ഇതിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് മനസ്സിലായി സ്റ്റൊമാറ്റ രണ്ട് ഭാഗത്തും ഒരേപോലെയാണുള്ളത്. ഇനി വേറൊരു ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. നമ്മൾ മുൻപത്തെ പിക്ചറിൽ കണ്ടപ്പോ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നു മീസോഫിലില്. ഡിഫറൻസ് അതായത് ടൈപ്പ് നമുക്ക് പറയാൻ പറ്റും, രണ്ട് ടൈപ്പ്. പക്ഷെ സമയത്ത്
നമ്മൾക്ക് അങ്ങനെ വലിയ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നില്ല. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. പാലിസൈഡ് എന്നോ സ്പോഞ്ച് എന്നോ ഒന്നും നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്നില്ല. അതായത് ഇറ്റ്സ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻടു പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരൻകൈമ. മീസോഫിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയുന്ന, അതായത് ലീഫിലും ഗ്രൗണ്ട് ടിഷ്യൂ, അതിനാണ് നമ്മൾ മീസോഫിൽ എന്ന് പറയാം. അത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതിൽ രണ്ടാമത്തെ ഒരു ഡിഫറൻസ് ആയിട്ട് കാണാൻ പറ്റുന്നത്. സ്റ്റൊമാറ്റ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, മീസോഫിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. അതായത് മീസോഫിൽ എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. പാലിസൈഡ് എന്നോ സ്പോഞ്ച് എന്നോ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വ്യത്യാസമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി പുൽവർഗങ്ങളില് ചില അഡാക്സിയൽ ആയിട്ടുള്ള എപ്പിഡെർമിസ് ഉണ്ടല്ലോ. അഡാക്സിയൽ എപ്പിഡെർമിസ് അറിയില്ല, അപ്പർ എപ്പിഡെർമിസിൽ ചില സെല്ലുകൾ ഈ പുൽവർഗത്തിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അഡാക്സിയൽ ആയിട്ടുള്ള ചില സെല്ലുകള്, എപ്പിഡെർമൽ സെല്ലുകള് വലിയ വലിയ കളർലെസ് സെല്ലുകളായിട്ട് മോഡിഫൈ ചെയ്യും. വലുതാണ്, അതിൽ പ്രത്യേകിച്ച് ഒന്നും അതില് ഒരു, അതായത് ഇപ്പോ നമ്മൾ പറഞ്ഞു വാട്ടർ ഫിൽഡോ അങ്ങനെ ഒരു ക്യാവിറ്റീസിൽ ഒന്നുമില്ല. അത് എംപ്റ്റി ക്യാവിറ്റിയാണ്, എംപ്റ്റി ആണ്, വലുതാണ്, എംപ്റ്റി ആണ്, കളർലെസ് ആണ്, അതിൽ പ്രത്യേകിച്ച് കളറൊന്നുമില്ല. ഗ്രാസസിലൊക്കെ ചില അഡാക്സിയൽ ആയിട്ടുള്ള എപ്പിഡെർമസിന്റെ സെല്ലുകള് വലുതായിട്ട് കളർലെസ് ആയിട്ടുള്ള സെല്ലുകളായി മാറുന്നുണ്ട്. എംപ്റ്റി ആയിട്ടുള്ള കളർലെസ് സെല്ലുകൾ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ബുള്ളിഫോം സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലായി. ബുള്ളിഫോം സെൽസ് നമ്മൾ ഡോസി വെൻട്രൽ ലീഫ് പഠിക്കുമ്പോൾ പറഞ്ഞില്ല. അപ്പൊ അത് എന്ന് പറയുന്നത് മോണോകോട്ട് ലീഫിന് മാത്രമുള്ള ഒരു പെക്യുലാരിറ്റി ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സവിശേഷതയാണ് ബുള്ളിഫോം സെൽ. എന്താണ് ബുള്ളിഫോം സെൽ, അത് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇനി ബുള്ളിഫോം സെൽ എന്തിനാണ്? ഒരു ലീവ്സിൽ ബുള്ളിഫോം സെല്ല് വെള്ളം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ, അത് എംപ്റ്റി ആണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, എംപ്റ്റി ആണെന്ന് പറഞ്ഞു. ഇനി വെള്ളം ഇതിൽ നിറഞ്ഞു, ഇപ്പൊ നമ്മൾ റൂട്ടിലൂടെ വെള്ളം സൈലം വെസൽസ് ഒക്കെ സൈലം വഴിയൊക്കെ ലീവ്സിലെത്തി. സൈലം വഴി ലീവ്സിൽ എത്തുമ്പോൾ ആ ലീവ്സിൽ ആ എപ്പിഡെർമസ് സെല്ല് കളർലെസ് ആയിട്ടുള്ള ഈ ബുള്ളിഫോം സെൽസ് നിറയുന്നു. നിറയുമ്പോൾ ലീഫിന്റെ സർഫസ് എക്സ്പോസ്ഡ് ആവും, നല്ല നിവർന്നു നിൽക്കും. ഇനി വെള്ളമില്ലാത്തൊരവസ്ഥയാണ് എങ്കിൽ ഇത് ചുരുങ്ങും, ഈ ബുള്ളിഫോം സെല്ലുകൾ ചുരുങ്ങും. ഈ ബുള്ളിഫോം സെല്ലുകൾ ചുരുങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഇലയും ഉള്ളിലേക്ക് ഇങ്ങനെ കേൾ ചെയ്ത് ഇങ്ങനെ ചുരുണ്ട് നിൽക്കും. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനിയും കുറെ, അതായത് ഒന്ന് വെള്ളം ഇല്ല, ഇനി വീണ്ടും ഈ സർഫസിൽ നിന്നും വെള്ളം വീണ്ടും പോവാതിരിക്കാനുള്ള ഒരു പ്രതിരോധം എന്ന നിലയ്ക്ക് അങ്ങനെ സംഭവിക്കുന്നതാണ്. അപ്പൊ അതാണ് അവിടെ ഒരു ഹെൽപ്പ് ചെയ്യുന്നതും കൂടിയുണ്ട്. അതായത് ഒരു പ്ലാന്റിന് ഒരു ഹെൽപ്പ് ചെയ്യുന്ന കൂടി ഉള്ള ഒരു ഫംഗ്ഷൻ ആണ് ബുള്ളിഫോം സെൽസ് ചെയ്യുന്നത്. വെള്ളമൊക്കെ നിറഞ്ഞ് നല്ല അതുപോലെ എന്താ പറയാ സെല്ലുകള്, നമ്മൾ പറയുന്ന ടേം ടെർജിഡ് എന്നാണ്, നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് ടെർജിഡ് എന്നാണ് പറയാ. അത് വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അത് നമ്മൾ ടെർജിഡ് എന്നാണ് പറയാ. അപ്പൊ ടെർജിഡ് ആയി ബുള്ളിഫോം സെൽ എന്ന് പറയുന്നത് വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് ടെർജിഡ് ആയി കഴിഞ്ഞാൽ ലീഫിന്റെ സർഫസ് എക്സ്പോസ്ഡ് ആവും. ലീഫ് സർഫസ് എന്ന് പറയുന്നത് നന്നായി നിവർന്നു നിൽക്കും. ഇനി അത് ഫ്ലാസിഡ് ആവും. ഫ്ലാസിഡ് എന്ന് പറയുന്നത് ചുരുങ്ങിപ്പോവും. വെള്ളം ഇല്ലാത്തൊരവസ്ഥയിൽ അത് ചുരുങ്ങിപ്പോവും. ലീവ്സ് കേൾ ചെയ്യും. ലീവ്സും ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെയും വെള്ളം ഒരുപാട് ഇവോപ്പറേറ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ബുള്ളിഫോം സെൽസ് എന്തിനാണ്, വെറുതെ അല്ല ബുള്ളിഫോം സെൽസ് ഉള്ളത്, അതിനൊരു ഫംഗ്ഷൻ കൂടി ഉണ്ട്. ഓക്കെ, ഇനി നമ്മള് റെട്ടിക്കുലേറ്റ് വീനേഷൻ ആണ് ഡൈക്കോട്ട് എന്ന് പറയുന്ന. ഡൈക്കോട്ടിൽ നമ്മൾ പറഞ്ഞു എന്താ പറയാ റെട്ടിക്കുലേറ്റ് വീനേഷൻ ആണെന്ന്. എങ്കിൽ മോണോകോട്ടിൽ എന്ത് വീനേഷൻ ആണ്? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത് വീനേഷൻ ആണ്? പാരലൽ വീനേഷൻ ആണ് അല്ലെ? പാരലൽ വീനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലീഫ് ആണെങ്കിൽ പാരലൽ വീനേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. സിമിലർ ആയിട്ടുള്ള ഒരേപോലെയുള്ള വെയിൻസ് ആണ് ഉണ്ടാവുക. പക്ഷെ സെൻട്രൽ വെയിൻ എപ്പോഴും തിക്കായിരിക്കും. സെൻട്രൽ ആയിട്ടുള്ള ഒരു വെയിൻ എപ്പോഴും അത് മിഡ്രിബ് എന്ന് പറയുന്നത് തിക്കായിട്ടുള്ളതായിരിക്കും. പക്ഷെ അതിന് എന്താ പറയാ
അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള വെയിൻസ് ഒക്കെ എങ്ങനെയായിരിക്കും? സിമിലർ സൈസ് ആയിരിക്കും അല്ലെ? എല്ലാം നിയർലി സിമിലർ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിന്റെ വാസ്കുലർ ബണ്ടിൽസിനും മെയിൻ വെയിൻ ഒഴികെ അതിന്റെ വാസ്കുലർ ബണ്ടിൽസ് എല്ലാം എന്തായിരിക്കും? സെയിം ആയിട്ടുള്ള സൈസ് ആയിരിക്കും. അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ മുൻപ് ഞാൻ പറഞ്ഞു ഡൈക്കോട്ട് ലീഫില് റെട്ടിക്കുലേറ്റ് വീനേഷൻ ആണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പൊ മിഡ്രിബ് എന്ന് പറയുന്നതിലാണെങ്കിലും പല വെയിൻസ് ഒക്കെ പല സൈസസിലാണ്. മിഡ്രിബിലാണ് ഏറ്റവും വലിയ വാസ്കുലർ ബണ്ടിൽസ് ഉണ്ടാവുക. പിന്നീട് ചെറിയ ചെറിയ വാസ്കുലർ ബണ്ടിൽസ് ആയിരിക്കും. പക്ഷെ അതെല്ലാം വെയിൻസ് തന്നെ പല പല കുഞ്ഞു വെയിൻസും വലിയ വെയിൻസ് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉള്ളത്. പക്ഷെ പാരലൽ വീനേഷൻ എന്ന് പറയുന്നത് ഒരു മെയിൻ വെയിൻ ഒഴികെ ബാക്കിയുള്ള എല്ലാ വെയിനുകളും ഏകദേശം എല്ലാം സിമിലർ സൈസ് ആണ്. അപ്പൊ ആ വെയിൻസിലാണ് വാസ്കുലർ ബണ്ടിൽസ് ഉള്ളത് നമുക്കറിയാം. അതുകൊണ്ട് അവിടുത്തെ വാസ്കുലർ ബണ്ടിൽസിന്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാം സിമിലർ ആയിട്ടുള്ള സൈസ് ആയിരിക്കും ഉണ്ടാവുക. അതാണ് ഒരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അത് മോണോകോട്ടും ഡൈക്കോട്ടിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇതിങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണുള്ളത്. ഇപ്പൊ ഇതിന്റെ ഡിഫറൻസും ഞാൻ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട്? എല്ലാത്തിന്റെയും ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഡൈക്കോട്ട് സ്റ്റെം, മോണോകോട്ട് സ്റ്റെമ്മിന്റെ ഡിഫറൻസ്, ഡൈക്കോട്ട് റൂട്ട്, മോണോകോട്ട് റൂട്ടിന്റെ ഡിഫറൻസ്, അതേപോലെ ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോകോട്ട് ലീഫിന്റെ ഡിഫറൻസ്. ഇതിന്റെ എല്ലാത്തിന്റെ ഡിഫറൻസ് ഞാൻ വേറെ വേറെ ആയിട്ട് ബോക്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് താനെ എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത് പ്രത്യേകിച്ച് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടിന്റെ അനാട്ടമി പഠിച്ചു കഴിഞ്ഞാൽ, മോണോകോട്ട് ലീഫിനെയും ഡൈക്കോട്ട് ലീഫിനെയും അനാട്ടമി പഠിച്ചാൽ അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ അത് ആ നോട്ട് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കിട്ടും. ഓക്കെ, ഇനി ഞാൻ മറ്റേ നോട്ട് എടുക്കാൻ പോവാണ്. നമുക്ക് ഇതിന്റെ വേറൊരു പോർഷൻ നമുക്ക് പഠിക്കാം. സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു പോർഷൻ പഠിക്കാം. സെക്കൻഡറി ഗ്രോത്ത്. ഓക്കെ, ഇതാണ്ടോ ഞാൻ നല്ല ഡിഫറൻസ് കൊടുത്തിട്ടുണ്ടെന്ന്. ഞാൻ ഇതിലെല്ലാം കൊടുത്തിട്ടുണ്ട് ഡിഫറൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കുകയാണെങ്കിൽ ഇതാ, മോണോകോട്ട് ലീഫിൽ നമ്മൾ പറഞ്ഞു രണ്ടും ഈക്വൽ ഗ്രീൻ കളറാണ്. മോണോകോട്ട് ലീഫിൽ. ഡൈക്കോട്ടിലാണെങ്കിൽ എന്താണ്? അപ്പർ സർഫസ് ഗ്രീൻ ആണ്, പക്ഷെ ലോവർ സർഫസ് എന്ന് പറയുന്നത് ലൈറ്റ് ഗ്രീൻ ആണ്. ഇനി മോണോകോട്ടിൽ നമുക്കറിയാം ഗോഡ് സെൽ ഡംബൽ ആണ്, നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഡൈക്കോട്ടിൽ കിഡ്നി ഷേപ്ഡ് ആണ് ഗോഡ് സെൽ. ഇനി മോണോകോട്ടിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു മീസോഫിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല, ഡൈക്കോട്ടിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോമാറ്റ രണ്ട് ഭാഗത്തും മോണോകോട്ടിൽ ഉണ്ട്, പക്ഷെ ഡൈക്കോട്ടിൽ താഴെ മാത്രമാണ് കൂടുതലുള്ളത്. ബുള്ളിഫോം സെല്ലുകൾ മോണോകോട്ടിലുണ്ട്, ബുള്ളിഫോം സെല്ലുകൾ ഡൈക്കോട്ടിലില്ല. ഇതേപോലെ ഞാൻ കൊടുത്തിട്ടുള്ളതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മോണോകോട്ട് സ്റ്റെം ആൻഡ് ഡൈക്കോട്ട് സ്റ്റെം. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ അത്ര മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതേ സംഭവത്തിനെ എടുത്തിട്ട് ഞാനൊരു ഡിഫറൻസ് പോലെ എടുത്ത് കൊടുത്തിട്ടുള്ളതാണ്. രണ്ട് റിംഗ് അറേഞ്ച്മെന്റും മോണോകോട്ട് സ്റ്റെം ആൻഡ് ഡൈക്കോട്ട് സ്റ്റെമ്മിലെ ഒന്ന് റിംഗ് അറേഞ്ച്മെന്റും ആണ്, ഒന്ന് സ്കാറ്റേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റും കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് റൂട്ടിന്റെ ഡിഫറൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ആ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അത്ര മതി. ഇത് പ്രത്യേകിച്ച് പഠിക്കണം എന്നൊന്നുമില്ല. അപ്പൊ ഇത് പക്ഷെ എക്സാംസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. സിമിലാരിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇതിന് സിമിലാരിറ്റീസ് കൂടുതലാണ്. ഇപ്പൊ ഡൈക്കോട്ട് മോണോകോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കുറെയൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷെ ഡിഫറൻസസ് എന്ന് പറയുന്നത് കുറവാണ്. അപ്പൊ ഡിഫറൻസസ് എടുത്ത് ചോദിക്കുള്ളൂ. ഡിഫറൻസസ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അതിന്റെ എല്ലാത്തിന്റെയും ഡിഫറൻസസ് എന്ത് ചെയ്യാം? നോക്കി വെക്കുക. ഓക്കെ, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു പോകുന്ന സംഭവം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഡിഫറൻസസ് ആയിട്ട് എഴുതിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ജസ്റ്റ് ഇത് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? ആ ഡിഫറൻസ് പഠിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു പുതിയ ഭാഗത്തിലേക്ക് പോവുകയാണ്. നമ്മൾ പറഞ്ഞു ഇത്രയും നേരം നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ലെസൺ തുടക്കം മുതൽ നമ്മൾ പറഞ്ഞു വന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കുറിച്ചാണ് നമ്മൾ തുടക്കത്തിൽ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞത്.
ആ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്തിനാണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഇലോങ്ങേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ലെങ്ത് കൂടാൻ, പ്ലാന്റ്സിന്റെ ലെങ്ത്തിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ എപ്പിക്കൽ ഉണ്ട്, ഇന്റർകാലറി ഉണ്ട്, ലാറ്ററൽ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതില് പ്രൈമറി മെരിസ്റ്റം എന്ന് പറയുന്നതായിട്ടുള്ള ഇന്റർകാലറിയും എപ്പിക്കലും ഉണ്ട്. അതുപോലെ സെക്കൻഡറി മെരിസ്റ്റം എന്ന് പറയുന്നത് ലാറ്ററൽ മെരിസ്റ്റം ആണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം സ്റ്റെമും റൂട്ടും എല്ലാം അതിന്റെയൊക്കെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന, അതായത് അതിന്റെ ലെങ്ത്തിന്റെ വളർച്ചയ്ക്ക് അതിന് നീളം വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നതാണ്. അങ്ങനെ നീളം വെക്കുക എന്ന് പറയുന്ന ഒരു ഫേസ് പ്ലാന്റ്സിന് എന്ത് ഫേസ് ആണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഒരു പ്രൈമറി ഗ്രോത്ത് ഫേസ് ആണ് അതിന്റെ എന്നുള്ളത്. ഒരു യങ്ങർ ഒരു സ്റ്റേജ് ഓഫ് ലൈഫാണ് പ്ലാന്റ് അപ്പൊ കടന്നു പോകുന്നത്. അപ്പൊ അതിലുള്ള മെരിസ്റ്റം എന്ന് പറയുന്നത് അവിടെ ഉള്ളത് മെരിസ്റ്റംസ് ആണ്. അപ്പൊ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ്, ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള സെല്ലുകളാണ്. അപ്പൊ അത് വളർച്ചയ്ക്ക് സഹായിക്കുന്നു, പ്ലാന്റ്സിന്റെ നീളം വെക്കാനാണ്, മെയിൻലി ഇലോങ്ങേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലെങ്ത് കൂടാനാണ് സഹായിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഗ്രോത്ത് ഫേസിന് നമ്മൾ പ്രൈമറി ഗ്രോത്ത് ആണ് പ്ലാന്റിന് അപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പറയാം. ഇനി നമ്മൾ പ്രൈമറി ഗ്രോത്ത് ഒക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ ഡൈക്കോട്ട്, മോണോക്കോട്ടിൽ ഇല്ലാതെ ഡൈക്കോട്ടിൽ മാത്രമാണ് സെക്കൻഡറി ഗ്രോത്ത് ഉള്ളത്. ഡൈക്കോട്ട് ചില ഡൈക്കോട്ട്സിൽ നമുക്ക് കാണാൻ പറ്റും അത് ഗിർത്ത് കൂടുന്നത് നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഗിർത്ത് എന്ന് പറഞ്ഞ എന്താണ്? തടി. അത് വണ്ണം വെക്കുന്നു അല്ലെ, അത് ട്രാൻസ്ഫോംഡ് ഇൻറ്റു എ ട്രീ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതൊരു മരമായി മാറുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ എന്താ, അതിന് പ്രായം കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ്. ആ ഒരു ചെറിയൊരു ഏർലി സ്റ്റേജിൽ നിന്നും അതിന്റെ പ്രായം കൂടിക്കൂടി വരുന്നു. അല്ലെങ്കിൽ ഡൈക്കോട്ട് എന്ന് പറയുന്നത്, ഡൈക്കോട്ട് പ്ലാന്റ്സിൽ സംഭവിക്കുന്ന എന്താണ്, പ്രൈമറി ഗ്രോത്തിൽ നിന്നും അത് സെക്കൻഡറി ഗ്രോത്തിലേക്ക് കടന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് അവിടെ ഗിർത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന്റെ വിത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, അതിന്റെ തടി കൂടുന്നു എന്ന് പറയാം. ആ തടി കൂടുന്ന അവസ്ഥയെ നമുക്ക് പറയാം സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു മുൻപ് മെയിൻ ആയിട്ടുള്ള, അതായത് സെക്കൻഡറി മെരിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പഠിച്ചു, ലാറ്ററൽ മെരിസ്റ്റം എന്നുള്ളത് അല്ലെ. അതുകൊണ്ട് ലാറ്ററൽ മെരിസ്റ്റം, 2 ലാറ്ററൽ മെരിസ്റ്റം ആണ് ഇവിടെ സെക്കൻഡറി ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പ്ലാന്റിന് തടി എന്ന് പറയുന്ന, തടി വെക്കാനായിട്ട് നമുക്ക് അങ്ങനെയെങ്കിലും നമുക്ക് അങ്ങനെ പറയാം, ഒരു പ്ലാന്റിന് തടി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെക്കൻഡറി ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് 2 ലാറ്ററൽ മെരിസ്റ്റംസ് ആണ്. എന്തൊക്കെയാണത്? വാസ്കുലർ ക്യാമ്പിയം ആൻഡ് കോർക്ക് ക്യാമ്പിയം. അപ്പൊ എന്താണ് വാസ്കുലർ ക്യാമ്പിയം എന്ന് പഠിക്കണം, എന്താണ് കോർക്ക് ക്യാമ്പിയം എന്ന് പഠിക്കണം. ഇത് രണ്ടും പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്കൻഡറി ഗ്രോത്ത് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് വാസ്കുലർ ക്യാമ്പിയം എന്നുള്ളത്. വാസ്കുലർ ക്യാമ്പിയം, the meristematic layer that is responsible for cutting off vascular tissue. എന്താണ് വാസ്കുലർ ക്യാമ്പിയം എന്ന് പറയുന്നത്? ഒരു മെരിസ്റ്റമാറ്റിക് ലെയർ തന്നെയാണത്. അത് വാസ്കുലർ ടിഷ്യൂസിനെ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് കട്ടിങ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ഡിവൈഡ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, സൈലം ഫ്ലോയത്തെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനെയാണ് നമ്മൾ വാസ്കുലർ ക്യാമ്പിയം എന്ന് പറയുക. ഇത് വലിയ, അതായത് സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് ഈ വാസ്കുലർ ക്യാമ്പിയം ഒരു റിങ് ഫോം ചെയ്യും. സെക്കൻഡറി ഗ്രോത്ത് ഫേസിലേക്ക് കടക്കുമ്പോൾ ഈ വാസ്കുലർ ക്യാമ്പിയം ഒരു റിങ് ആയിട്ട് മാറും. അത് എന്തൊക്കെ കൂടിയിട്ടാണ് ഒരു വാസ്കുലർ റിങ് ആവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ക്യാമ്പിയൽ റിങ് ആവുന്നത് എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ യങ് ആയിട്ടുള്ള ഒരു പ്രൈമറി ഫേസിലൊക്കെ ഉള്ള ഒരു യങ് ആയിട്ടുള്ള ഒരു സ്റ്റെമ്മിലാണെങ്കിൽ അത് ചെറിയൊരു സിംഗിൾ ലെയർ ആയിട്ട് ഒരു പാച്ച് പോലെയാണ് കാണാൻ പറ്റുക. നമ്മൾ മുൻപ് പഠിച്ചില്ലേ, ഇപ്പൊ ഡൈക്കോട്ട് സ്റ്റെമ്മിലൊക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചു, ഒരു ക്യാമ്പിയം എന്ന് പറയുന്ന സൈലം ആൻഡ് ഫ്ലോയത്തിനിടയിൽ ക്യാമ്പിയം ഉണ്ട്, ഒരു സിംഗിൾ ലെയർ ആയിട്ടുള്ള ഒരു സിംഗിൾ ലെയർ സെൽസ് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു പാച്ച് അല്ലെ കാണാൻ പറ്റി, ഒരു ക്യാമ്പിയം കാണാൻ പറ്റി. അത് വാസ്കുലർ ക്യാമ്പിയം ആണ്. പക്ഷെ നമ്മൾ സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് അതൊരു റിങ് ആയിട്ടാണ് ഫോം ചെയ്യുക. അത് ശരിക്കും ഒരു കംപ്ലീറ്റ് റിങ് ആയിട്ട് ഫോം ചെയ്യും.
ഓക്കെ, അപ്പൊ നമുക്ക് ആ റിങ് എങ്ങനെയാണ് ഫോം ചെയ്യുക എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഈ പിക്ചർ നോക്കുക. ഈ പിക്ചർ നോക്കിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. കാമ്പിയൽ റിങ്ങിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്? ഡൈക്കോട്ട് സ്റ്റെമ്മിലാണ് കാമ്പിയൽ റിങ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിലുള്ള സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയില് കാമ്പിയം പ്രസന്റ് ആണ്. നമ്മൾ മുൻപ് നമ്മൾ ഡൈക്കോട്ട് സ്റ്റെം പറഞ്ഞപ്പോ നമ്മൾ ഡൈക്കോട്ട് സ്റ്റെമ്മില് ഇടയിൽ നമ്മൾക്ക് എന്ത് കണ്ടു? സൈലം ഫ്ലോയത്തിന്റെ ഇടയിൽ എന്ത് കണ്ടിട്ടുണ്ടായിരുന്നു? കാമ്പിയം കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ അതുണ്ട്. വാസ്കുലർ കാമ്പിയം എന്ന് പറയുന്നത് സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ നിങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. ഈ പിക്ചറിൽ എന്ത് വാസ്കുലർ കാമ്പിയം എന്ന് പറയുന്നത് കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾക്ക് അതിനെ ഒരു പേര് കൊടുക്കാം, ഇൻട്രാഫെസിക്കുലർ കാമ്പിയം എന്ന്. നമുക്ക് അതിന് വാസ്കുലർ കാമ്പിയത്തിന് നമ്മൾക്ക് ഒരു പേര് നൽകാം, ഇൻട്രാഫെസിക്കുലർ കാമ്പിയം, which is present in between the primary xylem and primary phloem. അതായത് ഒരു സ്റ്റെമ്മിന്റെ അല്ലെങ്കിൽ ഒരു യങ് സ്റ്റെമ്മില്, ഒരു ഡൈക്കോട്ട് യങ് സ്റ്റെമ്മില് സൈലത്തിന്റെയും പ്രൈമറി ഫ്ലോയത്തിന്റെയും ഇടയിൽ കാണപ്പെടുന്ന കാമ്പിയത്തെ നമ്മൾ ഇൻട്രാഫെസിക്കുലർ കാമ്പിയം അല്ലെങ്കിൽ വാസ്കുലർ കാമ്പിയം എന്ന് പറയാം. അതിനെ നമ്മൾ ഇൻട്രാഫെസിക്കുലർ കാമ്പിയം എന്നാണ് പറയുന്നത്. ഇനി സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിലായിട്ട് റേഡിയലായിട്ട് ഉള്ള കുറച്ച് സെല്ലുകൾ, അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് നമ്മൾ മുൻപ് ക്ലാസ്സിൽ പറഞ്ഞു മെഡുലറി റേസ് ആണെന്ന്, അല്ലെ? ദ സെൽസ് വിച്ച് ഇസ് പ്രസന്റ് in between, radially placed cells which is present in between the xylem and phloem. In between the xylem and phloem നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് സെല്ലുകളുണ്ട്, മെഡുലറി റേസ് എന്ന് പറയും. ഈ മെഡുലറി റേസിന്റെ സെല്ലുകളും കൂടി ചേർന്ന് കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു റിങ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ റിങ്ങിന് എന്ത് പറയാം? അതായത് ഇവിടെ കാണുന്ന വാസ്കുലർ കാമ്പിയവും ഇവിടെ കാണപ്പെടുന്ന വാസ്കുലർ കാമ്പിയം എന്ന് പറയുന്ന ഇൻട്രാഫെസിക്കുലർ കാമ്പിയവും ഇവിടെ മെഡുലറി റേസ് എന്ന് പറയുന്ന കാണപ്പെടുന്ന അവിടെയുള്ള മെഡുലറി റേസും അതെല്ലാം കൂടി ചേർന്ന് ഈ വാസ്കുലർ കാമ്പിയത്തിനൊപ്പം ചേർന്ന് ഒരു റിങ് ഫോം ചെയ്യുന്നു. ഈ റിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് ഇന്റർഫെസിക്കുലർ കാമ്പിയം. ആദ്യം ഉണ്ടായിരുന്നത് വാസ്കുലർ കാമ്പിയം ആണ്. ഈ വാസ്കുലർ കാമ്പിയം അല്ലെങ്കിൽ ഇൻട്രാഫെസിക്കുലർ കാമ്പിയം ഉണ്ട്. ഇനി ഈ മെഡുലറി റേസ് എന്ന് പറയുന്ന അതും കൂടി ചേർന്ന് ഇന്റർഫെസിക്കുലർ കാമ്പിയത്തിന്റെ കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു റിങ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് റിങ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വാസ്കുലർ കാമ്പിയം ഉണ്ട് അല്ലെങ്കിൽ ഇൻട്രാഫെസിക്കുലർ കാമ്പിയം ഉണ്ട്. ഇതിന്റെ ഇടയിലായിട്ട് കാണപ്പെടുന്ന മെഡുലറി റേസ് ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്ന് ഇൻട്രാഫെസിക്കുലർ കാമ്പിയും മെഡുലറി റേസും കൂടി ചേർന്ന് ഫോം ചെയ്യുന്ന ഒരു റിങ് ആണ് കാമ്പിയൽ റിങ് എന്ന് പറയുന്നത്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാമ്പിയൽ റിങ് ഫോം ചെയ്യുന്നു. അത് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കട്ടിങ് ഓഫ് വാസ്കുലർ ടിഷ്യൂസ് അല്ല, സൈലം ആൻഡ് ഫ്ലോയം. പ്രൈമറി സൈലം ആൻഡ് ഫ്ലോയത്തിനൊപ്പം തന്നെ അത് കട്ട് ചെയ്യുന്നുണ്ട്? സെക്കൻഡറി സൈലം ആൻഡ് സെക്കൻഡറി ഫ്ലോയും എന്ത് ചെയ്യുന്നുണ്ട്? അത് ഒരു സ്റ്റേജ് കഴിഞ്ഞ പ്രൈമറി സൈലം പ്രൈമറി ഫ്ലോയത്തിന് കട്ട് ചെയ്യുന്നത് നിർത്തിയിട്ട് അത് പിന്നീട് സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്കൻഡറി സൈലം ആൻഡ് സെക്കൻഡറി ഫ്ലോയം ആയിരിക്കും. ഓക്കെ, അതാണ് കാമ്പിയൽ റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാമ്പിയൽ റിങ്ങിന്റെ ആക്ടിവിറ്റി എന്താണ് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. എന്താണ് കാമ്പിയൽ റിങ്ങിന്റെ ആക്ടിവിറ്റി എന്നുള്ളതാണ്. എന്തിനാണ് കാമ്പിയൽ റിംഗ്, എന്താണ് അതിന്റെ ഫങ്ഷൻ എന്നുള്ളത് നമുക്ക് പഠിക്കണം. ആക്ടിവിറ്റി ഓഫ് കാമ്പിയൽ റിംഗ്. ഈ കാമ്പിയൽ റിംഗ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് അത് ആക്റ്റീവ് ആകും. അങ്ങനെ അത് എന്ത് ചെയ്യുന്നുണ്ട്? കട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, കട്ട് ഓഫ് ചെയ്യുന്നുണ്ട് സെല്ലുകൾ, പുതിയ സെല്ലുകൾ. അതായത് സെക്കൻഡറി സൈലം ആൻഡ് സെക്കൻഡറി ഫ്ലോയം ഇത് കട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിത്തിന്റെ ഭാഗത്തിലേക്ക്. നമുക്കിപ്പോ നിങ്ങൾക്ക് അറിയാം എന്താണ് പിത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. അതുകൊണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഇത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഏതാ ഭാഗമാണ് പിത്ത് എന്ന് നിങ്ങൾക്ക് അറിയാം. സോ സെൽ എന്ത് ചെയ്യുന്നുണ്ട്? പിത്തിന്റെ ഭാഗത്തിലേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. ഈ വാസ്കുലർ അല്ലെങ്കിൽ ഈ ഒരു കാമ്പിയൽ റിങ് പിത്തിന്റെ ഭാഗത്തിലേക്ക് കട്ട് ചെയ്യുന്ന സെല്ലുകള്
സെക്കൻഡറി സൈലമായിട്ട് മാറുന്നു. ഇനി പുറത്തേക്ക് കട്ട് ചെയ്യുന്ന സെല്ലുകൾ സെക്കൻഡറി ഫ്ലോയമായിട്ട് മാറുന്നു. ഉള്ളിലേക്ക് കട്ട് ചെയ്യുന്നതാണ് കൂടുതൽ കട്ട് ചെയ്യുക. അതായത് സെക്കൻഡറി സൈലം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. സെക്കൻഡറി ഫ്ലോയത്തേക്കാൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്കൻഡറി സൈലം ആയിരിക്കും. അങ്ങനെ സെക്കൻഡറി സൈലം ഇങ്ങനെ ഫോം ചെയ്ത് അവിടെ സെക്കൻഡറി ഫ്ലോയം എന്ന് പറയുന്നതൊക്കെ എന്താണ്, നന്നായിട്ട് ക്രഷ്ഡ് ആവും. ഓക്കെ, അതായത് സെക്കൻഡറി ഫ്ലോയം മൊത്തത്തിൽ അങ്ങോട്ട് ക്രഷ്ഡ് ആയിട്ട് മാറും. അങ്ങനെ സെക്കൻഡറി സൈലം ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സെക്കൻഡറി സൈലമാണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞല്ലോ. കൂടുതൽ ക്യാമ്പിയൽ റിംഗ് ആക്റ്റീവ് ആകുന്നത് ടുവാർഡ്സ് സെന്റർ ആണ്. ഉള്ളിലേക്ക് കൂടുതലായിട്ട് കട്ട് ചെയ്തുകൊണ്ടേയിരിക്കും സെല്ല്. അത് സെക്കൻഡറി സൈലം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. സെക്കൻഡറി ഫ്ലോയംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും. അപ്പൊ സെക്കൻഡറി സൈലം ഉള്ളിലേക്ക് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് വെളിയിലുള്ള സെക്കൻഡറി ഫ്ലോയൊക്കെ എന്താവും, ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, പുറത്തുള്ളതൊക്കെ ക്രഷ്ഡ് ആവും. അങ്ങനെ സംഭവിക്കും. അങ്ങനെ ക്രഷ്ഡായി സെക്കൻഡറി ഫ്ലോയൊക്കെ മൊത്തം പോവും. എന്നിട്ട് അവിടെ ബാക്കിയുള്ളത് പ്രൈമറി സൈലം ആയിരിക്കും. പ്രൈമറി സൈലം കുറച്ച് സെന്ററിൽ കുറച്ച് അങ്ങോട്ട് നമുക്ക് പ്രൈമറി സൈലം കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അതാണ് മനസ്സിലാക്കുന്നത്. ജസ്റ്റ് ഇത് മനസ്സിലാക്കിയാൽ മതി. അതായത് സൈലം കൂടുതലും കട്ട് ചെയ്യുന്ന സെക്കൻഡറി സൈലമാണ് കൂടുതലായിട്ട് കട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ക്യാമ്പിയൽ റിംഗ് ആക്റ്റീവ് ആവുന്നത് ഉള്ളിലേക്ക് കട്ട് ചെയ്യുന്നതിലാണ്. പുറത്തേക്ക് കട്ട് ചെയ്യൽ വളരെ കുറവായിരിക്കും. അപ്പൊ സെക്കൻഡറി സൈലം കൂടുതലായിരിക്കും സെക്കൻഡറി ഫ്ലോയത്തേക്കാളും. അങ്ങനെ പ്രൈമറിയും സെക്കൻഡറി ആയിട്ടുള്ള ഫ്ലോയും എല്ലാം ക്രഷ്ഡ് ആവും. സെക്കൻഡറി സൈലം കൂടുതൽ ഫോം ചെയ്യാൻ തുടങ്ങും. പ്രൈമറി സൈലം എന്നാലും ചില ഭാഗത്ത് സെന്ററിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ചില സ്ഥലത്ത് ഈ ഒരു പാരൻ കൈമന്റെ ഒരു ചെറിയൊരു ബാൻഡ് പോലെ, ഒരു ചെറിയ ബാൻഡുകളായിട്ട് പാരൻ കൈമ സെക്കൻഡറി സൈലത്തിനെയും സെക്കൻഡറി ഫ്ലോയത്തിനെയും ഇടയിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സെക്കൻഡറി സൈലത്തിനെയും സെക്കൻഡറി ഫ്ലോയത്തിനെയും നമ്മൾ മുൻപ് പ്രൈമറി മെഡുലറി റേസ് പറഞ്ഞല്ലോ, അതേ സംഭവം തന്നെ. ഇത് പക്ഷെ സെക്കൻഡറി സൈലത്തിനും സെക്കൻഡറി ഫ്ലോയത്തിനും ഇടയിൽ റേഡിയൽ ഡയറക്ഷനിൽ ഫോം ചെയ്യുന്നു. സെക്കൻഡറി സൈലത്തിനും സെക്കൻഡറി ഫ്ലോയത്തിനും ഇടയിൽ റേഡിയൽ ഡയറക്ഷനിൽ ഫോം ചെയ്യുന്നു. അങ്ങനെയുള്ള സെൽസിന് നമ്മൾ അതിന് പറയുന്ന പേരാണ് സെക്കൻഡറി മെഡുലറി റേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, ഇതിലിപ്പോ ക്ലിയർ ഇല്ലാത്ര ഒരു വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്ലോയം ഉണ്ട്, ഇവിടെ ചുറ്റും ഫ്ലോയം ഉണ്ട്, ഇവിടെ സൈലും ഉണ്ടെന്ന് വെക്കുക. ഇങ്ങനെയാണ് കട്ട് ചെയ്യുക, ഇങ്ങനെ ആയിരിക്കും കട്ട് ചെയ്യുക. അതാണ് മെഡുലറി റേസ് എന്ന് പറയുന്നത്. അതായത് ഫ്ലോയത്തിന്റെയും സൈലത്തിന്റെയും ഇടയിലായിട്ട് നാരോ ബാൻഡ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നാരോ ബാൻഡ് പോലെ കട്ട് ചെയ്യുന്നതാണ് എന്ത്, മെഡുലറി റേസ് എന്ന് പറയുന്നത്. മെഡുലറി റേസ്, അതിനെയാണ് നമ്മൾ മെഡുലറി റേസ് എന്ന് പറയാം. ഇനി നമുക്ക് സ്പ്രിംഗ് വുഡ് എന്താണ്, ഓട്ടം വുഡ് എന്താണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. എന്താണ് സ്പ്രിംഗ് വുഡ്, എന്താണ് ഓട്ടം വുഡ്? നമ്മൾ പറഞ്ഞു ഈ ക്യാമ്പിയൽ റിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫോം ചെയ്തത് എന്ന് പറഞ്ഞു. ക്യാമ്പിയൽ റിംഗിന്റെ ആക്ടിവിറ്റി എന്താണെന്ന് പറഞ്ഞു. അതിന്റെ കട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു. ഇനി രണ്ട് ടൈപ്പ് ഓഫ് വുഡ്, അതെന്താണ്, സ്പ്രിംഗ് വുഡ് ആൻഡ് ഓട്ടം വുഡ്, എന്താണത് എന്ന് നമുക്ക് നോക്കാം. എപ്പോഴും ക്യാമ്പിയത്തിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുറെ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സും കൂടി, ഇത് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വളരെയധികം അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ക്ലൈമറ്റും കൂടി അഫക്റ്റ് ചെയ്തിട്ടാണ് ക്യാമ്പിയത്തിന്റെ ആക്ടിവിറ്റി ഉണ്ടാവുന്നത്. സ്പ്രിങ്ങിലാണെങ്കിൽ, സ്പ്രിംഗ് സീസൺ ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ ടെമ്പറേറ്റ് റീജിയനിലാണ് നമ്മളൊക്കെ ഉള്ളത്. അതായത് എപ്പോഴും ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ യൂണിഫോം അല്ല അല്ലെ, ത്രൂ ഔട്ട് ദി ഇയർ. ഇപ്പൊ മഴക്കാലം, അത് കഴിഞ്ഞ എന്താ പറയാ വെയില് വരുന്നു, അതിനുശേഷം മഞ്ഞ് വരുന്നു, അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ് സീസൺസ്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു തണുപ്പ് മാത്രം അല്ലെങ്കിൽ ചൂട് മാത്രം അങ്ങനെയല്ല, യൂണിഫോം അല്ല. ടെമ്പറേറ്റ് റീജിയൻസിൽ എപ്പോഴും ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പ്ലാന്റ്സിലുള്ള ക്യാമ്പിയത്തിന്റെ ആക്ടിവിറ്റിക്കും വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പൊ സ്പ്രിംഗ് സീസൺ എടുക്കുകയാണെങ്കിൽ, മാർച്ച് ഏപ്രിൽ ആ സമയത്ത് എടുക്കുകയാണെങ്കിൽ ക്യാമ്പിയം വളരെ ആക്റ്റീവ് ആണ്.
ഒരുപാട് സൈലം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പറഞ്ഞു സൈലത്തിന്റെ പ്രൊഡക്ഷൻ ആണ് അവിടെ കൂടുതലാവുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സൈലം അവിടെ കൂടുതലായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സൈലത്തിന്റെ വൺ ഓഫ് ദ എലിമെന്റ് ആണ് എന്ത്? വെസൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. വെസൽസ് ഒക്കെ വലിയ വലിയ ക്യാവിറ്റി ഉള്ള വെസൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ അവിടെ ഫോം ചെയ്യുന്ന, അത് ആ സീസണിൽ ഫോം ചെയ്യുന്ന വുഡ് അല്ലെങ്കിൽ ആ സമയത്ത് ഫോം ചെയ്യുന്ന മരം എന്ന് പറയുന്നത്, അത് അങ്ങനത്തെ ആ സമയത്തുള്ള നമ്മൾ മരത്തിന് നമ്മൾ പറയുന്ന പേര് സ്പ്രിംഗ് വുഡ് അല്ലെങ്കിൽ ഏർലി വുഡ് എന്നാണ്. സ്പ്രിംഗ് വുഡ് അല്ലെങ്കിൽ ഏർലി വുഡ്. ഇനി നേരെ തിരിച്ചാണെങ്കിൽ തണുപ്പ് കാലത്താണെങ്കിൽ ഒരു ഡിസംബർ അല്ലെങ്കിൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ സമയമൊക്കെ ആണെങ്കിൽ ക്യാമ്പിയം ആക്ടിവിറ്റി കുറയും. തണുപ്പത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ആക്ടിവിറ്റി കുറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഫോം ചെയ്യുന്ന സൈലം എന്ന് പറയുന്നതിന് വെസൽസിൽ വലിയ വലിയ വെസൽസ് ഒന്നും ആയിരിക്കില്ല, ചെറിയ ക്യാവിറ്റി ഉള്ള വെസൽസ് ആയിരിക്കും ഉണ്ടാവുക. അതിന് നമ്മൾ പറയുന്ന പേര് ഓട്ടം വുഡ് അല്ലെങ്കിൽ ലേറ്റ് വുഡ് എന്നാണ്. അപ്പൊ സ്പ്രിംഗ് വുഡ് അല്ലെങ്കിൽ ഏർലി വുഡ് അല്ലെങ്കിൽ ഓട്ടം വുഡ് അല്ലെങ്കിൽ ലേറ്റ് വുഡ്. അപ്പൊ എന്താണ് സ്പ്രിംഗ് വുഡ് എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് സീസണിലാണ്, ഓട്ടം വുഡ് എന്ന് പറഞ്ഞാൽ വിന്റർ സീസണിലാണ്. നേരത്തെ ഫോം ചെയ്യുന്ന വുഡ് ആയതുകൊണ്ട് സ്പ്രിംഗ് വുഡിന് ഏർലി വുഡ് എന്ന് പറയുന്നു. പിന്നീട് ഫോം ചെയ്യുന്ന വുഡ് ആയതുകൊണ്ട് ലേറ്റ് വുഡ് എന്ന് പറയുന്നു. സ്പ്രിംഗ് വുഡ് എന്തായിരിക്കും? ലൈറ്റ് കളർ ആയിരിക്കും, അതിന് വെയിറ്റ് കുറവായിരിക്കും. പക്ഷെ ഓട്ടം വുഡ് എന്ന് പറയുന്നത് ഭയങ്കര ഡാർക്കർ കളർ ആയിരിക്കും, നല്ല വെയിറ്റ് ഉള്ള സംഭവമായിരിക്കും. കാരണം ഒരുപാട് ഡെപ്പോസിഷൻ ഒക്കെ ഉള്ളതുകൊണ്ടേ ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ രണ്ട് കൈൻഡ് ഓഫ് വുഡുകൾ ഉണ്ടാവുന്നുണ്ട്. ഈ രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വുഡ് സീസൺസ് അനുസരിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പൊ നമ്മൾ ഈ വുഡ് ഫോം ചെയ്യുന്നത് ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിങ് ഫോം ചെയ്യുന്ന പോലെ, ഒരു റിങ് ആയിട്ട് ഫോം ചെയ്യുന്നതായിട്ട് നമ്മൾ കുറെ പ്രായമായിട്ടുള്ള ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ഒരു റിങ് ഫോർമേഷൻ, ഒരു റിങ് പോലെ ഇങ്ങനെ കാണാൻ പറ്റും. ലൈറ്റ് കളർ റിങ്, പിന്നെ ഡാർക്ക് കളർ, പിന്നെയും ലൈറ്റ്, പിന്നെയും ഡാർക്ക്, അങ്ങനെ കാണാൻ പറ്റും. അത് സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും ആണ്. ഇത് വെച്ചുകൊണ്ട് നമ്മൾക്കൊരു, ഇതിന് നമ്മൾ ആനുവൽ റിങ്സ് എന്നാണ് പറയാ. ആനുവൽ റിങ് കാരണം എന്താണ്? ഒരു വർഷത്തിലാണ് അത് ഫോം ചെയ്യുന്നത്. ഇത് ഫോം ചെയ്യുന്ന സ്പ്രിംഗ് സീസണിൽ എന്ന് പറയുന്ന മാർച്ച്, ഏപ്രിൽ ആ സമയത്ത് ഫോം ചെയ്യുന്ന ഒരു റിങ്, അത് സ്പ്രിംഗ് വുഡ് ആണ്. അതിനുശേഷം പിന്നീട് ഫോം ചെയ്യുന്ന വർഷം അവസാനം ഫോം ചെയ്യുന്നതാണെങ്കിൽ അത് ഓട്ടം വുഡ് ആണ്. അങ്ങനെ ഒരു വർഷത്തിൽ 2 റിങ് ഫോം ചെയ്തു. അങ്ങനെ പല റിങ്ങുകൾ ഫോം ചെയ്യുന്നു. അതിന് നമ്മൾ ആനുവൽ റിങ്ങുകൾ എന്ന് പറയുന്നു. ആനുവൽ റിങ് വെച്ചുകൊണ്ട് നമുക്കൊരു മരം മുറിച്ചു കഴിഞ്ഞാൽ ഒരു ആനുവൽ റിങ് നമുക്ക് അതിൽ കാണാൻ പറ്റും. ആനുവൽ റിങ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മരത്തിന്റെ പ്രായം കണക്കാക്കാനായിട്ട് പറ്റും. ആ സ്റ്റഡിനെ നമ്മൾ പറയുന്നത് ഡെൻഡ്രോക്രോണോളജി എന്നാണ്. ഡെൻഡ്രോക്രോണോളജി ജസ്റ്റ് പറഞ്ഞു എന്നുള്ളത്, അത് ടെക്സ്റ്റിലൊന്നും കൊടുത്തിട്ടില്ല. ഈ ആനുവൽ റിങ്സ് വെച്ചുകൊണ്ട് നമുക്കൊരു ട്രീന്റെ ഏജ് കണക്കാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അത് സ്പ്രിംഗ് വുഡ്, ഓട്ടം വുഡിനെ എണ്ണീറ്റാണ് നമ്മൾ പറയാ. അപ്പൊ ഈ സീസൺ അടിസ്ഥാനത്തിലാണല്ലോ ഇത് ഫോം ചെയ്യുന്നത്. ആ മാസം ഈ ഒരു വർഷത്തിൽ ഈ രണ്ട് ഫോം ചെയ്തുവെങ്കിൽ ആ എണ്ണം എടുത്തിട്ട്, സ്പ്രിംഗ് വുഡിന്റെയും ഓട്ടം വുഡിന്റെയും എണ്ണം എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ട്രീന്റെ ഏജ് കണക്കാക്കാനായിട്ട് സാധിക്കും. അതാണ് അതിൽ പറയാനുള്ളത്. പിന്നെ ഇതിലുള്ളത് ഹേർട്ട് വുഡ് ആൻഡ് സാപ്പ് വുഡ് ആണ്. അത് ജസ്റ്റ് മനസ്സിലാക്കി മതി. എന്താണ് ഹേർട്ട് വുഡ് എന്ന് പറയുന്നത്? കാതൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാണ് ഹേർട്ട് വുഡ് എന്നൊക്കെ പറയുന്നത്. നല്ല കാതലുള്ള മരമാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ എന്താണ് ഈ കാതൽ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഹേർട്ട് വുഡ് എന്നാണ് നമ്മൾ അതിന് പറയാം. പഴയ മരങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു പിക്ചർ. കണ്ടോ? ഹേർട്ട് വുഡ് എന്ന് പറയുന്നതിന് കുറെ ഡാർക്കർ കളറാണ്. ഹേർട്ട് വുഡ് ഇപ്പൊ നമ്മൾ പഴയ മരമൊക്കെ മുറിച്ചു കഴിയുമ്പോൾ ഈ സെക്കൻഡറി സൈലം കൂടുതൽ ഫോം ചെയ്യുന്നത് ഞാൻ പറഞ്ഞു സെൻട്രൽ പോർഷനിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. പിത്തിന്റെ ഭാഗം അതിന് ചുറ്റുമൊക്കെ ആയിട്ട് നമുക്ക് സെക്കൻഡറി സൈലം കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ സെക്കൻഡറി സൈലമാണ് ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ സെക്കൻഡറി സൈലം എന്ന് പറയുന്നത് ഒരുപാട് സബ്സ്റ്റൻസസ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യും. ഇതില് റെസിൻസ്, ഗമ്മ്, അങ്ങനെയൊക്കെ ടാനിൻസ് ഒക്കെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഇത് ഭയങ്കര ഡാർക്ക് ബ്രൗൺ ആവും. ഈ ഡാർക്ക് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മളൊരു മരം മുറിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മരമാണെന്ന് പറയണമെങ്കിൽ, നല്ല കാതലുള്ള മരമാണെങ്കിൽ ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും. അതായത് ഒരുപാട് കാലം ഇത് ഈട് നിൽക്കും. അതായത് ഒരുപാട് ഇത് ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും. പെട്ടെന്നൊന്നും ഇത് നശിച്ചു പോവില്ല. കാരണം ഈ റെസിൻസും ഈ ഓയിലും ഗമ്മും ഇതെല്ലാം ഈ സൈലം വെസൽസിൽ
ഇതിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഈ ഹേർട്ട് വുഡ് എന്ന് പറയുന്ന ഭാഗത്ത് ഇതെല്ലാം ഈ സൈലത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുകയാണ് ഈ സബ്സ്റ്റൻസ് ഒക്കെ. അതുകൊണ്ട് അത് ഭയങ്കര ഡാർക്ക് ആയിരിക്കും കാണാൻ. നല്ല പോലെ അതെന്തായിരിക്കും, അതില് ഈ ഇൻസെക്റ്റുകളോ ഒന്നും അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്രമിക്കാനായിട്ട് അത് ഭയങ്കര റെസിസ്റ്റന്റ് ആണ്. ഇതൊന്നും ഇതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ഹേർട്ട് വുഡില് ഇതൊന്നും അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല, മൈക്രോ ഓർഗാനിസംസ് ആണെങ്കിലും ഇൻസെക്ട്സ് ആണെങ്കിലും. അപ്പൊ അത്രയും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇത് കണ്ടക്ഷൻ ഒന്നും ഹെൽപ്പ് ചെയ്യില്ല. ഇത് കണ്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതല്ല. നല്ല ഓൾഡ് ട്രീസിൽ നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് ഇത് വ്യക്തമായി കാണാൻ പറ്റുക. കാരണം അത്ര ഇതിൽ ഡെപ്പോസിഷൻ ഉണ്ടാവും. അപ്പൊ ഇത് ഡ്യൂറബിലിറ്റി കൂടുതലാണ്. നമ്മൾ ഇതിനെയാണ് ഹേർട്ട് വുഡ് എന്ന് പറയാം. നമ്മൾ സാപ്പ് വുഡ് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡറി സൈലത്തിന് വെളിയിലുള്ള ഭാഗം, സെക്കൻഡറി സൈലത്തിന് വെളിയിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്ലോയം, അതൊക്കെ ഉള്ള ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അത്ര ഡെപ്പോസിഷൻ ഒന്നും ഇല്ല, കണ്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഭാഗമാണ്. അതായത് റൂട്ടിൽ നിന്ന് ലീഫിലേക്ക് വെള്ളത്തെയും മിനറൽസിനെയും ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഭാഗമാണ്. അതുകൊണ്ട് അവിടത്തെ വെസൽസിൽ അല്ലെങ്കിൽ അവിടത്തെ എന്താണ് അവിടെ സെക്കൻഡറി സൈലം എന്നുള്ളതല്ല, പക്ഷെ അവിടത്തെ ഭാഗത്തൊന്നും എന്താണ് ഈ ഡെപ്പോസിഷൻ ഒന്നുമില്ല, ടാനിൻസോ റെസിൻസോ ഒന്നുമില്ല. അതുകൊണ്ട് അത് കളർ എന്തായിരിക്കും, ലൈറ്റ് കളർ ആയിരിക്കും. അത് കണ്ടക്ഷന് ഹെൽപ്പ് ചെയ്യും. അതിന് നമ്മൾ സാപ്പ് വുഡ് എന്നാണ് പറയാം. സാപ്പ് വുഡ് എന്നാണ് അതിനെ പറയാം. ഓക്കെ, അത് അത്രേ ഉള്ളൂ. ഹേർട്ട് വുഡ് എന്താണ്, സാപ്പ് വുഡ് എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇനി നമുക്ക് കോർക്ക് കാമ്പിയം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഓഫ് ലാറ്ററൽ മെരിസ്റ്റം ആണ് ഹെൽപ്പ് ചെയ്യുന്നത് സെക്കൻഡറി ഗ്രോത്തിന് എന്ന് പറഞ്ഞു. ഒന്നാമത്തെ വാസ്കുലർ കാമ്പിയം ആയിരുന്നു, അത് നമ്മൾ നോക്കി. ഇനി നമുക്ക് കോർക്ക് കാമ്പിയം എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. കോർക്ക് കാമ്പിയം. ഓക്കെ, കോർക്ക് കാമ്പിയം എന്ന് പറയുന്നത് ഈ സ്റ്റെമ്മ് അങ്ങനെ കുറേ അധികം എന്താണ് സെക്കൻഡറി ഗ്രോത്ത് കഴിഞ്ഞതാവുന്ന സമയത്ത് അത് നന്നായിട്ട് തടിയൊക്കെ കൂടി എന്ത് സംഭവിക്കും, കൂടി ആവുന്ന സമയത്ത് ഈ കോർട്ടെക്സും എപ്പിഡെർമിസും ഒക്കെ ഉണ്ടല്ലോ, നിങ്ങളപ്പോ അത് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് കോർട്ടെക്സിന്റെ ഭാഗവും എപ്പിഡെർമിസിന്റെ ഭാഗവും എല്ലാം അനാട്ടമി മൊത്തം അത് എടുക്കുന്ന സമയത്ത് പറഞ്ഞാണ്. അപ്പൊ ഞാനിത് വരച്ച് കാണിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ കോർട്ടെക്സും എപ്പിഡെർമിസും എന്ത് സംഭവിക്കുന്നുണ്ട്, അത് പൊട്ടിപ്പോവാണ് ചെയ്യുന്നത്. കാരണം വാസ്കുലർ കാമ്പിയം ഇങ്ങനെ അതിന് അങ്ങനെ കട്ട് ചെയ്ത് അത് ഗിർത്ത് കൂടി വന്ന് കോർട്ടെക്സും എപ്പിഡെർമിസും എല്ലാം പൊട്ടിപ്പോയി. അങ്ങനെ അവിടെ പുതിയ ലെയർ വേണം അല്ലെ. അങ്ങനെ ഒരു പുതിയൊരു ലെയർ ഫോം ചെയ്യുന്നതാണ് കോർക്ക് കാമ്പിയം അല്ലെങ്കിൽ ഫെല്ലോജൻ എന്ന് നമ്മൾ പറയും. ഈ ഫെല്ലോജൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫെല്ലോജൻ എവിടെയാണ് വരിക, കോർട്ടെക്സ് ഭാഗത്തായിരിക്കും വരിക. ഓക്കെ, എപ്പിഡെർമിസ് ഒക്കെ പൊട്ടിപ്പോയി, കോർട്ടെക്സിന്റെ ഭാഗം പൊട്ടിപ്പോയി. പക്ഷെ ആ കോർട്ടെക്സിന്റെ റീജിയനിൽ പുതിയൊരു ഭാഗം വന്നു, അത് മെരിസ്റ്റമാറ്റിക് റീജിയൻ ഭാഗമാണ്. അതിന് നമ്മൾ കോർക്ക് കാമ്പിയം എന്ന് പറയും. ഈ കോർക്ക് കാമ്പിയം എന്ന് പറയുന്നത് റെക്ടാങ്കിൾ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറെ റെക്ടാങ്കുലർ സെല്ലുകളാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മെരിസ്റ്റമാറ്റിക് ആണല്ലോ. അപ്പൊ ഇത് എന്ത് ചെയ്യും, 2 സൈഡിലേക്കും സെല്ലുകൾ കട്ട് ഓഫ് ചെയ്യും, വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യും. വെളിയിലുള്ള സെല്ല് കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം എന്നറിയപ്പെടുന്നു. ഉള്ളിലുള്ള സെല്ലിന് സെക്കൻഡറി കോർട്ടെക്സ് അല്ലെങ്കിൽ ഫെല്ലോഡം എന്നറിയപ്പെടുന്നു. ഇപ്പൊ ഇതിനെ നമ്മളൊന്ന് വരച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്, ഇതിന് നമുക്ക് എന്ത് പറയാം, ഫെല്ലോജൻ എന്ന് പറയാം, അല്ലെങ്കിൽ കോർക്ക് കാമ്പിയം എന്ന് നമ്മൾ പറയാം. ഒരു റെക്ടാങ്കിൾ സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കോർക്ക് കാമ്പിയം അല്ലെങ്കിൽ ഫെല്ലോജൻ ആണ്. ഇത് വെളിയിലേക്കും കട്ട് ചെയ്യുന്നുണ്ട്, ഉള്ളിലേക്കും കട്ട് ചെയ്യുന്നുണ്ട്. വെളിയിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള സെൽസിനെ നമ്മൾ പറഞ്ഞ പേരാണ് കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം. ഉള്ളിലേക്ക് കട്ട് ചെയ്യുന്ന സെല്ലിനെ പറയുന്ന പേരാണ് സെക്കൻഡറി കോർട്ടെക്സ് അല്ലെങ്കിൽ ഫെല്ലോഡം. അപ്പൊ എന്തുണ്ട്, ഫെല്ലം ഉണ്ട്, സോറി ഫെല്ലോജൻ എന്ന് പറയുന്നതാണ്. ഇത് ഫെല്ലോജൻ, സെൻട്രലുള്ളത് ഫെല്ലോജൻ, അതിന് മേലെയുള്ളത് ഫെല്ലം, ഉള്ളിലുള്ളത് ഫെല്ലോഡം. ഓക്കെ, ഫെല്ലോഡം, ഫെല്ലോജൻ, ഫെല്ലം. കോർക്കിനെയാണ് നമ്മൾ ഫെല്ലം എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഫെല്ലം ആണ് കോർക്ക്, ഉള്ളിലുള്ളത് ഫെല്ലോഡമാണ്, നടുവിലുള്ളത് എന്താണ്, ഫെല്ലോജൻ. ഫെല്ലോജൻ. അപ്പോ ഈ കോർക്ക് എന്ന് പറയുന്ന മുൻപത്തെ ഭാഗം ഉണ്ടല്ലോ, അതായത് ഫെല്ലോജന് വെളിയിലുള്ള ഭാഗം, അത് വെള്ളം ഒന്നും കടത്തിവിടാത്ത ഭാഗമാണ്. ഓക്കെ, സ്യൂബറിൻ ഡെപ്പോസിഷൻ കൊണ്ട് വെള്ളം കടത്തിവിടില്ല. ഇത് സെക്കൻഡറി കോർട്ടെക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ
ഫെല്ലോഡേം എന്ന് പറയുന്ന ഉള്ളിൽ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം പാരൻകൈമാറ്റസ് ആണ്. അപ്പൊ ഈ 3 ഭാഗവും ഫെല്ലോജൻ, ഫെല്ലം, ഫെല്ലോഡേം എന്ന് പറയുന്നതിനും ഒരുമിച്ച് ഈ മൂന്നിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് പെരിഡേം എന്ന് പറയുന്നത്. പെരിഡേം എന്നാണ് പറയാം. അതായത് ഫെല്ലോജൻ ഉണ്ട്, മേലെയായിട്ട് ഫെല്ലം ഉണ്ട്, ഉള്ളിലായിട്ട് ഫെല്ലോഡേം ഉണ്ട്. ഫെല്ലോഡം, ഫെല്ലോജൻ, ഫെല്ലം, ഈ മൂന്നിനെയും പറയുന്ന പേരാണ് പെരിഡം. അപ്പൊ ഇതും ഇങ്ങനെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ കോർ ക്യാമ്പിയും ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെൽസിനെ കട്ട് ഓഫ് ചെയ്ത് പതിയെ ഈ ലെയറും എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ഈ ലെയറും നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ബാർക്ക് എന്ന് പറയുന്ന ഒരു ഭാഗം, ഇത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ബാർക്ക് എന്ന് പറയുന്നത് എല്ലാം വാസ്കുലർ ക്യാമ്പിയത്തിന് വെളിയിലുള്ള എല്ലാ ഭാഗങ്ങളും. വാസ്കുലർ ക്യാമ്പിയത്തിന് വെളിയിലുള്ള ഭാഗം എന്താണ്, സെക്കൻഡറി ഫ്ലോയും ഇപ്പൊ നമ്മൾ പറഞ്ഞ പെരിഡോമും. ഈ പെരിഡോമും സെക്കൻഡറി ഫ്ലോയത്തിന്റെ ഈ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ബാർക്ക്. അത്രേ ഉള്ളൂ. ബാർക്ക് ഏർലി സീസണിൽ ഫോം ചെയ്യുന്ന ബാർക്കിനെ നമ്മൾ ഏർലി ബാർക്ക് എന്ന് പറയുന്നു. എൻഡ് ഓഫ് ദ സീസണിൽ ഫോം ചെയ്ത ബാർക്കിനെ നമ്മൾ ലേറ്റ് ബാർക്ക് എന്ന് പറയുന്നു. അത് അത്രേ ഉള്ളൂ. ജസ്റ്റ് ഇത് മനസ്സിലാക്കിയാൽ മതി. വലിയ പഠിക്കാനുള്ള കാര്യമൊന്നുമില്ല. ജസ്റ്റ് ആ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പെരിഡേമും സെക്കൻഡറി ഫ്ലോയുമാണ് ബാർക്ക് എന്ന് അറിയപ്പെടുന്നത്. പിന്നെ പറയാനുള്ള ലാസ്റ്റത്തെ ഭാഗം എന്ന് പറയുന്നത് ലെൻറ്റിസെൽസ് ആണ്. ലെൻറ്റിസെൽസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു ഫെല്ലോജൻ എന്ന് പറയുന്നത് എന്താണ്, ഫെല്ലോജൻ എന്ന് പറയുന്നത് കോർ ക്യാമ്പിയം ആണ് അല്ലെ. ഫെല്ലോജൻ എന്ന് പറയുന്നത് കോർ ക്യാമ്പിയം ആണ്. അപ്പൊ കോർ ക്യാമ്പിയം എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടേ